ആസിയ കർത്താവ് അനുഗ്രഹിക്കണമേ, തലമുറയെ അനുഗ്രഹിക്കണമേ കർത്താവ്, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ കർത്താവിന് വേണ്ടി കുടുംബമായി ജ്വലിക്കുവാൻ ദൈവമേ അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിനായി സ്തോത്രം, സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ, സ്തോത്രം കർത്താവെ. ഇന്നത്തെ ആരാധന തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ശ്രേഷ്ഠമായി കർത്താവെ, അനുഗ്രഹമായി ഇരുപ്പാൻ ഇടയാക്കണം കർത്താവെ. ജോയിൻ ചെയ്യേണ്ടവരെല്ലാം വേഗത്തിൽ ജോയിൻ ചെയ്യുവാൻ, പുതിയ ആത്മാക്കൾ വന്ന് ജോയിൻ ചെയ്യുവാൻ, വിടുവിക്കപ്പെടുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ, സഭയോട് ചേരുവാൻ എല്ലാം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ എന്റെ കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പ കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം അപ്പന്. പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്വർഗ്ഗം നമ്മുടെ പ്രാർത്ഥന കേട്ടേണ്ടായി. ഒരു മലയാളം പാട്ട് പാടാം നമുക്ക്. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങളിൽ യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും ആകുലവേളകളിൽ ആശ്വാസം നൽകിടും എന്നറിഞ്ഞു യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താനെന്നാം. യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോൽ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോൽ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യേശു बुलाता तुम्हें, यीशु बुलाता तुम्हें, यीशु बुलाता तुम्हें, यीशु बुलाता तुम्हें,
बड़ी चाह से तुमको बाहों में लेने यीशु बुलाता तुम्हें। बड़ी चाह से तुमको बाहों में लेने यीशु बुलाता तुम्हें। हर रोग मिटाने की शक्ति है उसके पास। हर रोग मिटाने की शक्ति है उसके पास। भेद के तैयार थी अपने दया से प्यार करने को। बिना भेद के तैयार उद्धार करता अपनी दया से प्यार करने को। यीशु बुलाता तुम्हें। यीशु बुलाता तुम्हें। यीशु बुलाता तुम्हें। यीशु बुलाता तुम्हें। बड़ी चाह से तुमको बाहों में लेने यीशु बुलाता तुम्हें। बड़ी चाह से तुमको बाहों में लेने यीशु बुलाता तुम्हें। घर तेरा दिल दुखित हो शांति वो देगा तुम्हें। घर तेरा दिल दुखित हो शांति वो देगा तुम्हें। यीशु तेरी मुक्ति और रोशनी है संकोच मिटा कर आओ अभी। यीशु तेरी मुक्ति और रोशनी है संकोच मिटा कर आओ अभी। यीशु बुलाता तुम्हें। यीशु बुलाता तुम्हें। यीशु बुलाता तुम्हें। यीशु बुलाता तुम्हें। बड़ी चाह से तुमको बाहों में लेने यीशु बुलाता तुम्हें। बड़ी चाह से तुमको बाहों में लेने यीशु बुलाता तुम्हें। Hallelujah. Praise the Lord. Amen. Sotram. പ്രൈസ് ലോർഡ്. നമുക്കൊരു പാട്ടും കൂടെ ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ അനുവദിച്ചാൽ അതിനോടുകൂടെ പോക്കുവഴിയിൽ നിന്ന് നമ്മെ നടത്തുന്ന ദൈവം, നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ये गाना का ये मतलब है, मेरे लिए जो संभालता है परमेश्वर, मुझे संभालता है और मुझे कभी छोड़ता नहीं है, वो हमेशा मेरे साथ है। चाहे परीक्षा हमारे जीवन में भी हो, चाहे कुछ भी हो, वो हमें चलाता है हर दिन. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, ഞാൻ അവൻ കരങ്ങളിലാം. വീഴുന്നതോ തീയിലല്ല, ഞാൻ അവൻ കരങ്ങളിലാം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാം. നടക്കുന്നതേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിവരവല ബൗഡരവ സന്ദരവരവല ബലവല ബൗഡരവ ശബലഗതുര. ഹല്ലേലൂയ. കർത്താവേ, പരീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അതിന് വെച്ചെങ്കിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് പോക്ക് വഴി നൽകി തന്ന് സകലവും ഞങ്ങൾക്ക് നന്മയ്ക്കായി നൽകി തരുന്ന കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കാവുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പരീക്ഷകളുടെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു നാഥാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. हालेलुया। धन्यवाद हो परमेश्वर पिता, धन्यवाद हो पिता, धन्यवाद पिता। प्रभु, आपने हमारे जीवन में किए हर एक उपकारों के लिए मैं आपको धन्यवाद करता परमेश्वर पिता। हमारे जीवन में परमेश्वर पिता तू हर पल हमें संभाला, सुरक्षित रखे, इसमें धन्यवाद करते प्रभु जी। धन्यवाद हो परमेश्वर पिता, धन्यवाद करते प्रभु जी। धन्यवाद हो परमेश्वर पिता। हम एक और गाना गा के प्रभु का नाम को महिमा करेंगे। हालेलुया, थैंक यू जीसस। स्तुति करूं मैं यीशु महाराजा की, आदर के योग्य है प्रभु यीशु की। स्तुति करूं मैं यीशु महाराजा की, आदर के योग्य है प्रभु यीशु की। महिमामय प्रभु तू, तेरी हो प्रशंसा, मान सम्मान यीशु तुझको मिले। महिमामय प्रभु तू, तेरी हो प्रशंसा, मान सम्मान यीशु तुझको मिले। यीशु राजा मेरा प्रभु, यीशु राजा मेरी आसरा, यीशु राजा मेरा सब कुछ तू, मेरे जीवन में तू ही रहे, मेरे जीवन में तू ही रहे। स्तुति करूं मैं यीशु महाराजा की, आदर के योग्य है प्रभु यीशु के। स्तुति करूं मैं यीशु महाराजा की, आदर के योग्य है प्रभु यीशु के। महिमामय प्रभु तू, तेरी हो प्रशंसा, मान सम्मान यीशु तुझको मिले।
महिमामय प्रभु तू, तेरी हो प्रशंसा, मानो सम्मान यीशु तुझको मिले। यीशु राजा मेरा प्रभु, यीशु राजा मेरी आसरा, यीशु राजा मेरा सब कुछ तू, मेरे जीवन में तू ही रहे, मेरे जीवन में तू ही रहे। വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാം, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാം, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭു താൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. യേശു രാജാ മേരാ പ്രഭു, യേശു രാജാ मेरी आसरा, यीशु राजा मेरा सब कुछ तू, मेरे जीवन में तू ही रहे, मेरे जीवन में तू ही रहे, मेरे जीवन में तू ही रहे. हालेलुया. धन्यवाद परमेश्वर पिता, धन्यवाद करते परमेश्वर पिता.
तू हमारा राजा है पिता। परमेश्वर पिता, हर पल में भरोसे रखने के लिए हमारा आश्रय तू है, इसलिए परमेश्वर पिता हम आपको धन्यवाद करते हैं। परमेश्वर पिता, हर पल परमेश्वर आपके लिए जीने के लिए मेरे जीवन में परमेश्वर पिता सिर्फ तू ही रहे। परमेश्वर पिता, കർത്താവേ, എന്റെ ജീവിതത്തിൽ കർത്താവേ നീ മാത്രം ഉയർന്നിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ശൈലമാണ്, നീ ഞങ്ങളുടെ കോട്ടയാണ്, നീ ഞങ്ങളുടെ സഹായകനാണ് കർത്താവേ. അതിലെല്ലാം ഉപരിയായി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നിന്റെ നാമം മാത്രം ഉയർന്നിരിപ്പാൻ ഇടവരുത്തട്ടെ കർത്താവ്. മറ്റൊന്നിനും തുല്യമായി കർത്താവ്, നിനക്ക് തുല്യമായി ഈ ലോകത്ത് മറ്റാരുമില്ല परमेश्वर पिता। प्रभु हम आपको धन्यवाद करते परमेश्वर पिता, तेरे जैसी इसी जगह पे प्रभु, इसी संसार में और कोई नहीं हम भरोसा रखने के लिए प्रभु, और कोई नहीं हमें प्यार करने के लिए, और कोई नहीं है परमेश्वर पिता हमें संभालने के लिए प्रभु। तेरी उसी बड़ी हाथों के लिए हम आपको धन्यवाद करते परमेश्वर पिता। आज रात का वक्त हम मिलकर परमेश्वर को उपस्थिति में आने के समय में एक और बार प्रभु हम अपने आप को परमेश्वर के हाथ में समर्पण करते पिता। तू हमारे राजा बनकर प्रभु, हमारा आश्रय बनकर हर पल में परमेश्वर पिता हमारा साथ रहने वाला परमेश्वर आप, इसलिए हम आपको धन्यवाद करते प्रभु जी। धन्यवाद हो परमेश्वर पिता। सारे आराधना हम आपको चढ़ाते ताकि परमेश्वर पिता प्रभु तेरे नाम हर पल हम प्रभु हर पल हमारे जीवन में ऊंचा रहने पाए पिता। കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാ മഹത്വവും പുകഴ്ചയും അവിടത്തേക്ക് അർപ്പിക്കുന്നു. നീ മാത്രം സ്തുത്യനായിരിക്കാല. മറ്റാരേക്കാളും ഉപരിയായി കർത്താവ്, മറ്റെന്തിനേക്കാളും ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ ഞങ്ങൾ ഈ രാത്രികാല സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അവിടത്തേക്ക്. അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. Praise the Lord. Hallelujah. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടാനൊക്കെ ദൈവം ഒരുക്കിയ വലിയൊരു ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു ഏവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാരും പതിയെ ലൈനിൽ കയറത്തുള്ളൂ. ആമേൻ. മാക്സിമം പെട്ടെന്ന് കഴിയണമെന്നൊക്കെ പറയുമ്പോൾ അന്നെല്ലാം ലേറ്റ് ആയിട്ട് പോന്നു. കാരണം എനിക്ക് നാളെ രാവിലെ ഒരു സ്ഥലത്ത് പോകേണ്ടതാണ്. അതിൻ്റെയായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ മാത്രം സമയം വേർതിരിക്കാനാ. പുതിയ വ്യക്തി ജീവിതങ്ങളൊക്കെയും കടന്നു ഏവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൂസൻ ബിജു എന്ന ഡിവൈസിൽ എനിക്കൊന്ന് ഹസ്ബൻഡാന്ന് തോന്നുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്രകാരം തന്നെ ലാലി സെബാസ്റ്റ്യൻ മുംബൈയിൽ നിന്ന് ആദ്യം നമ്മളോട് കൂടെ കയറിയിട്ടുണ്ട്. എനിക്കൊന്ന് ലൈസമ്മ സിസ്റ്ററിന്റെ സിസ്റ്ററാണെന്ന് എനിക്കറിയാം, വിശ്വസിക്കുന്നു. ആമേൻ. ദൈവം ബീന റജി, എല്ലാവരും നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു എല്ലാവരെയും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തിൽ ദയവായിട്ട് നിങ്ങളുടെ ഫോണുകളുടെ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേരിടണം. अपने अपने फोन का नाम रेडमी, सैमसंग अच्छा नाम दिए परमेश्वर उस नाम को डालना ठीक लगेगा. നമ്മളൊക്കെ നല്ല പേര് തന്നിട്ടുണ്ട്. വല്ലോൻ്റെയും ഫോണിൻ്റെ പേരൊന്നും ഇടാതെ നമ്മുടെ പേരിടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. सैमसंग रेडमी ഒന്ന് പേര് മാറ്റുവാണെങ്കിൽ जो भी सैमसंग रेडमी करके फ़ोन में है अपने डिवाइस खोलिए कि आप लोग का नाम लिखे, को होस्ट आप लोग का नाम लिख लेंगे. आमीन. प्रेज द लॉर्ड. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഈ ക്ഷണത്തിൽ. ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ 9-ാം തീയതിയാണ് 40 ദിവസം പൂർത്തീകരിക്കുന്നത്. വൈകിട്ട് 5 തൊട്ട് രാത്രി 12 മണി വരെയാണ് നമ്മുടെ മീറ്റിംഗ് തുടരാൻ പോകുന്നത്. അത് എത്രത്തോളം, കാരണം പലയിടത്തും ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. ഞാൻ പോകുന്ന ചർച്ചിലും ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. മാക്സിമം ഞാൻ അന്ന് വൈകിട്ടത്തേന് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. ലാസ്റ്റ് സെക്ഷനിൽ 12 മണി വരെ ഉള്ളൂ മീറ്റിംഗ്. അന്ന് ഹോൾ നൈറ്റ് ഇല്ല. അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് 5 തൊട്ട് 12 മണി വരെ മീറ്റിങ്ങോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെല്ലാവരും കടന്നു വരിക. ഇതേ സമയത്തൊക്കെയും രാത്രിയിലെല്ലാം നടക്കുന്ന മീറ്റിംഗ് ആണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മലായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. हालेलुया। धन्यवाद 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 हो पिता, हमारे उद्धारकर्ता सर्वशक्तिमान पिता परमेश्वर। फिर से एक बार प्रभु आपके बाट जोने के लिए हमारी जिंदगी में दिया हुआ इस सुंदर अवसर के लिए कोटि कोटि धन्यवाद देते पिता। हालेलुया हालेलुया हालेलुया। हमारा इस जो मीटिंग में जुड़े हुए एक एक व्यक्ति को और उनके परिवार को हालेलुया
उनके हर एक हालेलुया परिवार के सदस्यों को आपके हाथ में सौंप देते पिता। हालेलुया, धन्यवाद धन्यवाद ओ पिता, हमारे इकट्ठे होना, आपका स्तुति और आराधना करना, आपका महिमा का कारण बनने के लिए प्रभु हमें सहायता मदद कर पिता। हमें हर एक व्यक्ति को अपने पवित्र लहू से धो के पवित्र कर दे पिता, क्योंकि पवित्रता के बिना कभी परमेश्वर का मुख को नहीं देख सकते पिता। हालेलुया, हमें पवित्र कर पिता। हालेलुया, हमारे जिंदगी में हुआ हर एक कमी कटी भूल चूक को माफ करते हुए प्रभु हालेलुया, हमें पवित्र कर पिता। हालेलुया, पवित्रता के साथ प्रभु हालेलुया, जैसा हमारे पूर्वजों ने सच्चाई और आत्मा में आपका स्तुति और आराधना किया पिता, वैसे ही सच्चाई और आत्मा में आपके स्तुति और आराधना करने के लिए हमें सहायता मदद कर पिता। हालेलुया, इसलिए हर एक दिन में प्रभु आपने हमें संभाल के रखा पिता, हमारे हर एक जरूरतों को पूरा किया पिता। हालेलुया, हमारा आने वाला हर एक कम नेगेटिव बीमार हाले विपत्तियों से बीमारियों से प्रभु आपने बचा के रखा पिता। हालेलुया, इसलिए कोटि कोटि धन्यवाद देते पिता। हालेलुया, हमारे इस झुंड में प्रभु हालेलुया कोई भी बीमारी की अवस्था में है तो पिता हालेलुया अपने छिदे हुए हाथ बढ़ा के चंगाई प्रदान कर पिता। हालेलुया, कोई भी कष्ट और दुख तकलीफ में है तो पिता हालेलुया हर एक कष्ट और दुख तकलीफ को दूर कर दे पिता। हालेलुया, धन्यवाद 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 ओ पिता, हर एक जरूरत को प्रभु आप जानने वाला पिता परमेश्वर है अप्पा। हालेलुया, धन्यवाद धन्यवाद ओ पिता, पिछले दिनों में प्रभु दासी के द्वारा प्रभु हालेलुया पवित्र आत्मा से कही हुई हर एक बात प्रभु अनेक बात पूरा होने के लिए प्रभु आपका हालेलुया चिन्ह चमत्कार देखने के लिए हमारे हर एक जिंदगी में अपने कार्य किया पिता। आने वाले प्रभु हालेलुया विपत्तियों से अनेक लोगों को बचा के रखा पिता। हालेलुया, आपको उपस्थिति महसूस होने के लिए और पवित्रता के साथ आपका स्तुति और आराधना करने के लिए पिछले दिनों में आप हाले सहायता मदद किया पिता। वैसे ही प्रभु हाले जैसे एक व्यक्ति को उपस्थिति महसूस करते हैं, वैसे ही आपको उपस्थिति महसूस करते हुए भय और भक्ति के साथ बैठने के लिए प्रभु सहायता मदद कर पिता। आपका सन्मुख में बैठने के टाइम इधर उधर की बातें सोचते हुए नहीं पिता। हालेलुया 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 हालेलुया, सच्चाई और आत्मा में पिता। हालेलुया, आपका उपस्थिति महसूस करते हुए हालेलुया स्तुति और आराधना करने के लिए प्रभु सहायता मदद कर पिता। हालेलुया, हमारे जवान बच्चों को आपके हाथ में सौंप देते पिता। हालेलुया, जवानी की अवस्था में इस दुनिया के लोगों में पढ़ के नष्ट ना होना पाए पिता। हालेलुया, अपने सृजनहार को याद करते हुए भय और भक्ति के साथ जिंदगी बिताने के लिए प्रभु सहायता मदद कर, और भी जवान बच्चों को हालेलुया प्रभु के ओर लाने के लिए पवित्र आत्मा उनके जरिए कार्य कर पिता। हालेलुया, धन्यवाद 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 ओ पिता। हालेलुया, हमारे पढ़ने वाले बच्चों को आपके हाथ में सौंप देते पिता, पढ़ने के लिए बुद्धि और ज्ञान दे पिता। हालेलुया, माता पिता परमेश्वर के भय और भक्ति के साथ बढ़ने के लिए प्रभु सहायता मदद कर पिता। हालेलुया हालेलुया, हमारे हालेलुया हालेलुया इस परिवार में प्रभु हालेलुया ब्याह के लड़का अनेक बच्चे हैं पिता। हालेलुया, उन लोगों को सच्चे जीवन साथी दे के प्रभु आशीष से भर दे पिता, ताकि प्रभु ने हालेलुया हमें आशीष किया करके प्रभु हालेलुया 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 सच्चे जीवित गवाही सुनने के लिए और एक गवाही दूसरा गवाही उत्पन्न होने के लिए प्रभु सहायता मदद कर पिता। हमारे इस झुंड में प्रभु हालेलुया कोई भी बेरोजगार है तो रोजगार दे के प्रभु आशीष से भर दे पिता। हालेलुया, जो रोजगार में है पिता उनको रोजगार में उन्नति दे के सहायता मदद कर पिता। हालेलुया हालेलुया हालेलुया, हमारे हालेलुया इस जूम मीटिंग में जितने भी व्यक्ति है पिता। हालेलुया, हर एक जरूरतों को पूरा कर पिता। हालेलुया हालेलुया, धन्यवाद धन्यवाद धन्यवाद, और आने वाले दिन में प्रभु नया नया वरदान पाने के लिए प्रभु हालेलुया आपके राज्य के लिए हालेलुया और भी हाले काम आने के लिए सबको हाथ में लेके इस्तेमाल कर पिता। जो दुनिया के हालेलुया कोने कोने में बैठे हुए हर एक परिवार को आपके हाथ में सौंप देते पिता। हालेलुया हालेलुया, जैसा हालेल पर्वत के ऊपर दीवट जला के रखते हैं, उस दीवट को प्रभु हाल चारों ओर प्रकाशित होते हैं, वैसे ही प्रभु हमारे इस झुंड के परिवार जहां जहां पर भी है प्रभु वहां पर आपका नाम का महिमा का कारण बनने के लिए हर एक व्यक्ति को हर एक परिवार को आप हाथ में लेकर इस्तेमाल कर पिता। हालेलुया, धन्यवाद धन्यवाद पिता, आपके आगमन निकट है पिता। हालेलुया, आपका आगमन में हम लोग सब उठा लिए जाने के लिए हर एक व्यक्ति को हालेलुया 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 हाथ में लेके प्रभु पवित्र आत्मा से चलाए चल पिता। हालेलुया, कोई भी आत्मा नष्ट ना होना पाए पिता, एक एक दिन प्रभु आशीष के ऊपर आशीष पाते हुए आपका सन्मुख में प्रभु हालेलुया जीवित गवाही बनने के लिए एक गवाही दूसरा गवाही उत्पन्न होने के लिए सबको हाथ में लेकर इस्तेमाल कर पिता। हालेलुया, प्रभु का दासी और परिवार को आपके हाथ में सौंप देते पिता। पिछले दिनों में प्रभु ने आने हालेलुया
हालेलुया भविष्यवाणी सुनने के लिए, हालेलुया हर एक लोग आशीष पाने के लिए आपने सहायता मदद किया पिता। वैसे आने वाले दिन में आशीष के ऊपर आशीष पाते हुए, हालेलुया आपका सेवकाई में आगे बढ़ने के लिए दासी को हाथ में लेकर संभाल कर पिता। हालेलुया धन्यवाद 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 ओ पिता। आने वाले दिन में परिवार समेत आपका सेवकाई में लगे रहने के लिए प्रभु सहायता मदद कर। दान दिया हुआ हाथ शेर को आपके हाथ में सौंप देते पिता। बच्चे को पढ़ने के लिए बुद्धि और ज्ञान दे पिता। हालेलुया माता पिता परमेश्वर के भय और भक्ति के साथ बढ़ने के लिए सहायता मदद कर पिता। और हालेलुया हालेलुया उनके माता जी को भी आपके हाथ में सौंप देते हैं। हालेलुया हालेलुया आत्मा बोझ के साथ और भी आत्माओं के लिए बाढ़ जोने के लिए और भी आशीष से भर दे पिता। हालेलुया ससुर को भी आपके हाथ में सौंप देते पिता। आने वाले हर एक बीमारियों से, हालेलुया हर एक तकलीफ से, हालेलुया रक्षा रखवाली करके आपने सहायता मदद किया। आने वाले दिन में भी प्रभु हर एक बात को ऊपर आशीष उंडेल पिता। हालेलुया धन्यवाद हो धन्यवाद हो धन्यवाद हो पिता। जो नया नया आत्माएं आए लोग जो जुड़े हैं पिता, हालेलुया उनको भी आशीष से भर दे पिता। उनका क्या क्या समस्या है हम नहीं जानते, लेकिन आप कुछ सब कुछ जानने वाला पिता परमेश्वर है पिता। हालेलुया हालेलुया उनको सबको आशीष से भर दे पिता। और भी आत्माएं लोग जुड़ने के लिए प्रभु, हालेलुया दुनिया के कोने कोने से प्रभु जुड़ने के लिए और आपका नाम का महिमा का कारण बनने के लिए प्रभु सहायता मदद कर पिता। हालेलुया धन्यवाद 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 पिता। कोई भी बात दुआ में मांगना भूल गया तो हर एक बात के ऊपर आशीष उंडेल पिता। ये सब बातें प्रभु यीशु मसीह के नाम से मांगते हैं, सुनो और कबूल कर पिता परमेश्वर। आमीन आमीन आमीन। प्रेज द लॉर्ड। हालेलुया। ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. എല്ലാവരും സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വലിയൊരു കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മോട് ഇടപെട്ടു. ദൈവിക ശബ്ദങ്ങൾ, ദൈവിക ദൂതുകളൊക്കെയും കൈമാറാൻ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം. आए सभी लोगों को पिता पुत्र के पवित्र आत्मा के नाम से सभी को न्यू होप इन क्राइस्ट इंटरनेशनल मिनिस्ट्री के तहत स्वागत करते हैं. आप सभी लोग खुशहाल और संतुष्ट है करके मैं पूरी तरह से आशा रखती हूँ. आगे आने वाले दिनों में भी परमेश्वर की कृपा में हम सभी लोग बसे रहेंगे करके इस आशा में हम सभी लोग प्रार्थना में रहेंगे. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. എല്ലാവർക്കും വേഗം ആമേൻ ഹല്ലേലൂയ എടുക്കാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 42 അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. അയ്യൂബ് की पुस्तक 42 verse 2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ओके, हिंदी में भी जरा पढ़िए. मैं जानता हूँ कि तू सब कुछ कर सकता है और तेरी युक्ति में से कोई रुक नहीं सकती. आमीन. ആമേൻ ആമേൻ. എത്ര പേര് പറയുന്നു ആമേൻ ഒരുമിച്ച് പറയാൻ പറ്റുമോ? എത്ര പേര് പറയുന്നു ആമേൻ ഒരുമിച്ച് പറയാൻ പറ്റുമോ? ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല, എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നതാണ്. I know that you can do all things. No purpose of yours can be withheld എന്ന് പറഞ്ഞ വചനം നമ്മോട് ഇംഗ്ലീഷിലും പറയുന്നു. ഞാൻ ഒന്ന് പറയുന്നു, നമുക്ക് വേണ്ടി സകലതും സാധ്യമാക്കുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്ന മനോഹരമായ സമയത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടാൻ പോകുന്ന വചനം അങ്ങയുടെയാണ്, ജനം അങ്ങയുടെയാണ്. എല്ലുതിന്റെ ദാസി, നീ എന്റെ ദൈവമാണ്. മഹത്വം വെളിപ്പെട്ടതിനായി സ്തോത്രം. കൃപ കൂടിയിരിക്കണം. സകല സമസ്ത വിഷയങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം യോബ് ആരാണ്. യോബ് നല്ല ധനവാനായിരുന്നു. നമ്മുടെ കൂട്ട് തന്നെ മക്കളുണ്ട്. കേൾക്കാമോ എന്റെ ശബ്ദം? ഓഡിബിൾ ആണോ ഞാൻ? യെസ്. യോബിന്റെ ജീവിതത്തിൽ യോബ് നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ലേ? ദൈവഭയമുള്ളതായിരുന്നു.
നമ്മുടെ കൂട്ടുകാരന്. നമുക്ക് ദൈവഭയമുണ്ടോ? हमारे जैसे अयूब थे, जैसे हमको जैसा भय भक्ति हमारे परमेश्वर के ऊपर है, उसी तरह भय मानने वाला लो अयूब थे। क्या मैं एक सवाल पूछना चाहती हूँ, क्या हमारे में उस तरह भय है? ദൈവ ഭയമുള്ളവർ ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് കര ഉയർത്താമോ? ആർക്കും ഭയം ഇല്ലെന്ന് തോന്നുന്നു, വിമാനം വന്നിരിക്കുമെന്ന് തോന്നുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എവിടൊക്കെ എല്ലാം ഇടയ്ക്ക് സ്റ്റക്കായിരിക്കുന്നു. എനിക്ക് എന്നാൽ ബിന്ദു സിസ്റ്ററും മാത്രമേ ഉള്ളൂ, ബിന്ദു സിസ്റ്ററും ചാലി സിസ്റ്ററും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നെ മൂവബിൾ ആകുന്നത്. കേക്കാം, സിസ്റ്റർ പറയുന്ന കേക്കാം. കേൾക്കാം, ബാക്കി എല്ലാം സ്റ്റക്കായിട്ടിരിക്കുവാണ്. എനിക്കും കേൾക്കാം. അവിടുത്തെ കേൾക്കാം, പക്ഷെ നെറ്റിന്റെ എല്ലാം കുഴപ്പമാ സിസ്റ്റർ. അത് തന്നെ. എന്റെ സ്ക്രീനെ സ്റ്റക്കല്ല, ആരും സ്റ്റക്കല്ല. ഇവിടെ എനിക്ക് സ്റ്റക്കായി തോന്നുന്നു. എനിക്ക് ആരെയും മൂവബിൾ കാണുന്നില്ല. ഓക്കെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരു സെക്കൻഡ്. പ്രൈസ് ദി ലോർഡ്, കേൾക്കാമോ? ഓക്കെ, കേൾക്കാം. എനിക്ക് എല്ലാ ഡിവൈസും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. കേൾക്കാം. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. നമ്മ യോബിന്റെ ജീവിതത്തിൽ യോബ് ദൈവമായിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു, ദൈവഭയമുള്ളതായിരുന്നു, പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, കുടുംബ പ്രാർത്ഥന ഉള്ളതാണ്, കുടുംബമായിട്ട് ദൈവരാജ്യത്തിൽ ഉപയോഗപ്പെടുന്നതായിരുന്നു. अयूब से कहने से अयूब एक बहुत अच्छा इंसान है, उसके बारे में चरित्र कह रहा है कि बहुत अच्छा इंसान है. He has some similarity, और उनका जो कुछ peculiarities दिखाते हैं बाइबल में. ഭയ മാനने वाला भी था. എല്ലാം ഉണ്ടെങ്കിലും തനിക്കൊന്നില്ലായിരുന്നു, ഒന്ന് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമുക്ക് ആർക്കും ഇല്ലാത്തത് ഭയം. ആവലാതി, ഭയം. എത്ര പേർക്ക് ഭയം ഇല്ലെന്നൊന്നും കരമേത്ത് നല്ല സ്മൈലോട് പറഞ്ഞു, എനിക്ക് ഒട്ടും ഭയം ഇല്ലെന്ന് പറഞ്ഞാലും ഒന്ന് എത്ര കരങ്ങളെ ഉയർത്തി പറയാൻ പറ്റും? നിങ്ങൾ പറയുമ്പോൾ വചനം ചലിക്കണമെങ്കിൽ നിങ്ങൾ പറയണം, ആത്മാർത്ഥമായി പറയണം. എനിക്ക് ഒട്ടുമേ ഫേബയെ സംബന്ധിച്ച് ഒട്ടുമേ ഭയമില്ല, ഇല്ലേ? ഞാനിപ്പോൾ എന്നെ തന്നെ ഓർക്കുമ്പോൾ ചിലപ്പോൾ ഭയമൊന്നും ആർക്കും ഇല്ല. ഞാൻ ചിലരുടെ പേര് പറയുന്നേ അവരൊന്നും എന്നോടൊന്നും പറയത്തില്ല എന്നുള്ള വിശ്വാസത്തില്ല, ഇല്ലേ ആശ? ഒട്ടും ഭയമില്ല. ഇന്നലെ വൈകിട്ട് വരെ കേട്ട ദൂതൊക്കെ ശരിയാ, പക്ഷെ നാളെ ഒരു ദിവസം ആകുമ്പോഴത്തേനും എനിക്കറിയത്തില്ല. ശരിയല്ലേ ചാർലി ആൻറ്റി? ഭയം നിന്റെ ജീവിതം, അതാണ് പറയുന്നത്, നീ എന്ത് ഭയപ്പെടണോ നിന്റെ ജീവിതത്തിൽ ഭവിക്കുമെന്നാ ദൈവവചനം പറയുന്നത്. യോബിന്റെ പുസ്തകത്തിൽ തന്നെ പറയും, നീ ഭയപ്പെടുന്നത് തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്ക് ഈ ഭയപ്പെടുന്ന കേൾക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാവും, പക്ഷെ നമുക്ക് हमारे जीवन में डर बहुत होता है. वचन पास आ रही है ना? वॉइस ब्रेक റിപ്പീറ്റ് ചെയ്യാമോ? അത് നെറ്റിലായിരുന്നു സ്റ്റക്കായിരുന്നു. ബ്രേക്ക് ആയി പോകുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെയാ. ഞാൻ എൻ്റെ മൊബൈൽ ഡാറ്റ എടുത്തു. ഓക്കെ, ഭയം നമ്മുടെയൊക്കെ വാഗ്ദത്തം ഒത്തിരി കേട്ടവരുണ്ട്. നമ്മൾ സ്ലോ ആയിട്ട് പോവാം. വാഗ്ദത്തം ഒത്തിരി കേട്ടവരുണ്ട്.
പക്ഷെ ഈ വാഗ്ദത്തം നടക്കുമോ എന്നുള്ള ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? അത് ഓർക്കാനേ ഇല്ല. ഏതെങ്കിലും ഒരു അടുത്ത പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർമാർ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂത് പറയുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ അന്ന് എന്നോട് പറഞ്ഞെന്ന്. നല്ല മറവിയുള്ള സെക്ഷനാണ് നമ്മുടെ വാഗ്ദത്തങ്ങൾ. हम हमेशा परमेश्वर के संग में अय्यूब के बारे में सोचा जाएगा तो अय्यूब बहुत अच्छे इंसान है, लेकिन अय्यूब में एक विशेषता है, बहुत डर उनमें होती है, जैसे कि हम में डर होता ही नहीं होता है ना? नहीं तो सिस्टर, हमारा डर क्या है करके भी पता नहीं है। कोई बात आ जाने थे सो बस वही चाहिए, 4-5 दिन लगातार हम सोचते बैठेंगे, और वो सोचते सोचते यही देखेंगे कि जब खाना खाते समय भी ऐसा लगेगा कि वही होने वाला है, हम चलते समय भी वही सोचते कि वही होने वाला है। वचन कहता है कि आप जिस बात के लिए डरते हैं वही आपकी जिंदगी में होगा। आमीन, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു ആമേൻ ഈ വചനം എടുത്തതിന്റെ കാരണം ചില ഭയത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് പറയണം, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടണമെങ്കിൽ എന്നിലുള്ള ഭയത്തെ ഇന്ന് രാത്രി സ്വർഗം മാറ്റണം. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകുന്ന പേഷ്യന്റിനോട് നമുക്കൊന്ന് ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് കോൺഫിഡൻസ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ പോയാൽ സൗഖ്യമാകുമെന്ന്? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? आप लोग, हम एक पेशेंट से पूछेंगे, अरे आप इतने सीरियस होकर इस हॉस्पिटल में जाने से, अस्पताल जाने से क्या कॉन्फिडेंट है आपको कि आप चंगाई होगा? കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആശുപത്രി കയറത്തില്ലായിരുന്നു. ശരിയല്ലേ? കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കയറത്തില്ല. പക്ഷെ എങ്കിലും പറയുന്ന എന്നാലും ഉണ്ട്. പല ദൂതുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കേൾക്കുന്ന അനർത്ഥം നമ്മൾ പെട്ടെന്ന് മൈൻഡിൽ വെക്കും, അനുഗ്രഹം നമ്മൾ മാറ്റി വെക്കും. ആമേൻ. പലപ്പോഴും ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇന്ന് രാത്രി സകലവും സാധ്യമാകുന്ന കർത്താവിന്റെ മുന്നിൽ നിൽക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിജോമേ, हम जल्दी से जल्दी जो कठिनाई आती है वो जल्दी याद रखते हैं हमारे माइंड में, जो आशीष की बात होती है वो भूल जाती है, और तुरंत बोलने के अरे कठिनाई आपने बताया था, जरूर हो गया, क्योंकि वो कठिनाई अपने माइंड में रहता है। हमारी भविष्यवाणी हमारे साथ चलने वाली चीज होती है. നമ്മുടെ വാഗ്ദത്തം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വാഗ്ദത്തമാണ്. കിടക്കുമ്പോഴും നമ്മൾ ആ വാഗ്ദത്തം കൂടെ കൊണ്ടുപോകും, നടക്കുമ്പോഴും നടക്കും. हमारे साथ संग चलने वाला प्रभु की वाणी हमारे साथ हमेशा रहती है. इसलिए कहते हैं कि आपकी सोच कहीं रुकावट ना बने आपकी भविष्यवाणी को. हमारे जो प्रोमिसेस को रुकावट हमारी माइंड सेट होती है, हमारे सोच बोलना सब कुछ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, നമ്മോടുള്ള ദൈവിക ദൂത് നമ്മോട് കൂടെ നടക്കുന്നതാണ്. പലപ്പോഴും ഇത് കൂടെ നടക്കുമ്പോഴും നമ്മുടെ ചിന്താഗതി, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ ഇതിനെ തടയുന്ന ഒരു മേഖലകൾ ഉണ്ടെന്ന് പരിശുദ്ധം. ഇന്ന് ഒരു കാര്യം നിങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കും. നമുക്ക് ഫോർ എക്സാമ്പിൾ ചാർലി സിസ്റ്ററിനെയും നീതു സിസ്റ്ററിനെയും എടുക്കാം. നീതു സിസ്റ്റർ ചാർലി സിസ്റ്ററിന്റെ വീട്ടിൽ വരുന്നു, പറയും, കർത്താവേ ഇന്നലെ ഭയങ്കര പ്രതികൂലമായിരുന്നു. അപ്പൊ ചാർലി സിസ്റ്റർ ഒരു അത്രേ ഉള്ളൂ, ഞാൻ 3 ദിവസം കൊണ്ട് പ്രതികൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആ വ്യക്തി ഉയരുവാണോ അതോ കുറയുവാണോ? जैसे कि चार्ली सिस्टर और नीतू सिस्टर में बहुत गहराई दोस्ती है. अचानक से नीतू सिस्टर चार्ली सिस्टर के घर में आकर कह रहे, अरे दीदी आपको पता है कल रात को बहुत समस्या हुआ. तो चार्ली सिस्टर बोला, अरे इतना ही है, मैं तो 3 दिन से समस्या के अंदर हूँ. आंटी ഒന്ന് മ്യൂട്ട് ചെയ്യണം. സജി ആന്റി മ്യൂട്ട് ചെയ്യണം. ഹലോ, കേൾക്കാം സിസ്റ്ററെ. ओके. अब मेरा कहने का मतलब है, क्या नीतू सिस्टर के आत्मिक जीवन चार्ली सिस्टर के घर में आकर बढ़ गया या घट गया? നീതു സിസ്റ്റർ ചാർലി സിസ്റ്ററിന്റെ ഭവനത്തിൽ വന്നിട്ട്
തന്റെ ആത്മീയ മണ്ഡലങ്ങൾ ഉയർന്നോ അതോ താന്നോ? वो खुश होकर आएगी नीति सिस्टर घर में, अरे मेरा तो एक ही, उनका तो 3 है, चलो कोई बात नहीं करके वापस आएंगे। लेकिन आज से कहना चाहती हूँ, आपकी कोई भी समस्या आपस में बांटना है तो ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ കഷ്ടത അപ്പൊ പറയുന്ന പിന്നെ ഞങ്ങൾ ആരോടാ പറയണ്ടേ? അപ്പഴത്തേനും ഞങ്ങൾ പറയും, ഞങ്ങൾ ദേവദാസന്മാരൊക്കെ പറയുന്ന നിങ്ങൾ ആരോട് പറയണ്ടേ? എന്നോട് പറയാൻ പറയാം. നമ്മളോട് പറഞ്ഞു 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 വരുമ്പോഴത്തേനും അടുത്തത് നമ്മൾ നെഗറ്റീവ്. ഒരിക്കലും നിന്നെ വളർത്തുന്നവരുടെ കൂടെ നിൽക്കണം. आपको बढ़ाने वालों के साथ रुकना है, आपको घटाने वालों के साथ नहीं रुकना है. നിന്നെ പുറോട്ട് താഴോട്ട് വലിക്കുന്ന വ്യക്തിജൂതങ്ങളുമായിട്ടല്ല നിന്റെ ജീവിതം തുടരേണ്ടത്. നിന്നെ വളർത്തുമാക്കുവാൻ പരിശുദ്ധാത്മാവോട് ചോദിക്കണം. നിന്റെ പ്രതികൂലങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാൽ പരിഹാരമില്ല. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പ് പറയണം, ഞാൻ എന്റെ വാക്കുകൾ എന്റെ ജീവിതത്തിൽ മേൽ ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് ഒരു മറുപടി തരുന്ന ഒരുവൻ എന്റെ കൂടെയുണ്ട്. അതാണ് തിരുവചനം. നിന്നിൽ കഴിയാത്ത ഒരു കാര്യമില്ല, എനിക്കറിയാം എന്നാണ് യോബ് പറഞ്ഞത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തോട് പറയുന്നതാണ് യോബ്, എനിക്കറിയാം നിന്നെ കൊണ്ട് സകലവും സാധ്യമാണ്. आमीन। इस वचन में लिखा है, ऐसा नहीं कि कोई घटाने वाले को साथ में ना रुके बल्कि आपको बढ़ाने वालों के साथ रुके। ऐसा कहे कि परमेश्वर की योजना के अंदर कि मुझे रुका दे ताकि हालेलुया मुझे घटना नहीं बल्कि आपके आत्मिक जीवन में मुझे बढ़ना है। आमीन। जब परमेश्वर के वचन आपको कहते हैं कि मैं सब कुछ कर सकता हूं, लेकिन फिर भी हमारा मनुष्य के चेहरे पर देखने जाता है. ഇന്ന് രാത്രി എന്നെ ദൈവം ആമേൻ, ഞാൻ വചനം ശുശ്രൂഷിക്കുന്നില്ല ആമേൻ, പെട്ടെന്ന് നിർത്തണമെന്നാൽ പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വചനമാണിത്. പക്ഷെ എന്നെ ദൈവാത്മ ഒന്ന് പറഞ്ഞതോ ആമേൻ, ജനത്തിന്റെ ഭീതി ഇന്ന് രാത്രി മാറ്റാൻ പോകും, ഭയം മാറ്റാൻ പോകും. ഇന്ന് രാത്രി എത്ര പേര് ആ ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? കർത്താവെ, എന്നോട് പറഞ്ഞ പല വാക്തത്വങ്ങളുണ്ട്, പല ദൂതുകളുണ്ട്, പല അനർത്ഥങ്ങളുണ്ട്, പല മരണക്കെട്ടുകൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആയിനോ എനിക്കൊന്നറിയാം, ഇതിനകത്ത് ജയിക്കുന്ന ഒരു അഭിഷേകം എന്നിൽ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, അതാണ് യോബ് പറഞ്ഞത്, എനിക്കൊന്നറിയാം നിന്നിൽ കൂടെ കഴിയാത്ത ഒരു കാര്യമില്ല, സകലവും സാധ്യമാക്കുന്ന. ആമേൻ, ആമേൻ. इसलिए वचन कहता है कि मैं जानती हूँ कि सारा परेशानी मेरे लिस्ट में है, लेकिन मैं जानती हूँ कि इसमें जीतने की एक अभिषेक मेरे अंदर है. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? പ്രതികൂലം ഇല്ലെന്നല്ല, പ്രതികൂലം ഉണ്ടെന്നല്ല. ആമെങ്കിൽ എല്ലാം നാല് ചുറ്റും നിന്നെ ഒതുക്കുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ നിനക്ക് ഉറപ്പ് വേണം, ഇതിനകത്ത് ജയിക്കുന്ന ഒരു അഭിഷേകം എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ ഭയം മാറണമെങ്കിൽ ഇന്ന് രാത്രി നീ ഒന്ന് പറ, ഞാൻ മരിക്കാനല്ല വന്നത്, എന്നിലുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച് ഇന്നത്തെ ഞാൻ മരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മ ഞാൻ ദൂത് കൈമാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനകത്ത് നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ ഒരു ഹല്ലേലൂയ ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. पवित्र आत्मा ऐसा कहना चाहते, कई परिवारों के हिस्सों में से कई डर की हमें अंधकार शक्ति परमेश्वर दूर करना चाहता है. मैं जानती हूँ कि आपको कई समस्या है, कई परेशानियों से जा रहे हैं, कई मृत्यु का दंड के लेकर जा रहे हैं, लेकिन पवित्र आत्मा कह रहे कि इस मृत्यु दंड आपको खत्म करने के लिए नहीं बल्कि आपको बाहर ले आने की एक पवित्र आत्मा की शक्ति इसके अंदर उंडेल रहा है. आमीन. നമ്മുടെയൊക്കെ കൺമുമ്പിൽ എല്ലാം വലിയ പ്രതികൂലങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കയറിയവർക്കറിയാം, ഒരു വ്യക്തി ഒരു വിഷയം പറയുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നല്ല ആൾക്കാരാ. എത്ര പേരൊന്ന് സ്തോത്രം പറയാൻ പറ്റും? നിങ്ങൾ ആരും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല? അതേ ഉള്ളു, ലിസ്റ്റ് കിട്ടാൻ താമസമെന്നേ ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? ചില ലിസ്റ്റ് കിട്ടാ, ചിലരൊക്കെ പറയും എൻ്റെ സിസ്റ്റർ ഒന്നും പ്രാർത്ഥിക്കാൻ വിഷയമില്ലെങ്കിൽ ഞങ്ങൾ ഗൂഗിളിൽ കയറിയെങ്കിലും പ്രെയർ പോയിന്റ്സ് ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊന്നും ചിരിയില്ലെന്ന് തോന്നുന്നു. ദൈവം നിങ്ങൾക്കൊരു सही है ना नीतू सिस्टर? अगर हमको प्रेयर लिस्ट में अगर प्रेयर के लिए कोई रिक्वेस्ट नहीं आने पर भी हम चाहे तो गूगल में ढूंढ कर भी किसी लोगों का प्रेयर को लेकर प्रार्थना करते हैं. शाम के समय आकर बोलेंगे हमें थकावट है,
पता नहीं क्या क्या मुसीबत आ गए, ये लोगों सब छुटकारा पा लिया, हम ही केवल. ആമേൻ. ഇന്ന് രാത്രി നിനക്ക് തിരിച്ചറിവ് വേണ്ടത് ആവശ്യമാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ നിങ്ങളോട് പറയോ സിസ്റ്ററെ അല്ലെങ്കിൽ ദൈവദാസന്മാരെ, എന്റെ വിഷയം ഭയങ്കരമായ വിഷയമാണ്. അയ്യോ സിസ്റ്റർ അല്ലേ, എന്നും ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിച്ചതല്ലേ, പാവമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്റെ വിഷയം ഏറ്റു. പക്ഷെ എന്നിൽ ഒരു മാനസാന്തരമില്ലാത്ത ചില വിഷയങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഭാരമായി വരും. ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വിഷയം എവിടെ കിടക്കുന്നു, അതിന്റെ ആഴം എവിടെ കിടക്കുന്നു, അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. യോബിന്റെ ജീവിതത്തിൽ തന്റെ സഹോദരങ്ങൾ, തന്റെ കൂട്ടുകാരന്മാര് തന്നെ നിന്ദിച്ചപ്പോൾ താൻ തന്നെ കെട്ടിയ ചില കെട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേര് അതിനോട് ഉൾക്കൊള്ളാൻ തയ്യാറാണ്? എത്ര പേര്? നമുക്കൊരു തലവേദനയാണ്. ബിന്ദു സിസ്റ്റർ വന്ന് പറയാം, ഓ ഈ സിസ്റ്ററിന് എപ്പോഴും തലവേദനയാ എന്ന് പറയുമ്പോൾ, നമ്മളെ കളിയാക്കി പോകുമ്പോൾ ആ സമയത്ത് തന്നെ അവക്കൊന്ന് വന്നിട്ട് വേണം ഞാനൊന്ന് പറയാൻ. ശരിയല്ലേ? എത്ര പേര് പറയുന്നുണ്ട്? कितने लोग कहते हैं? अगर बोलेंगे कि चलो बिंदु सिस्टर मुझे मेरा सामने आकर कहे कि ये सिस्टर जी हमेशा सर दर्द कहती है, तब मैं जो गुस्सा, एक तो सर दर्द के दर्द अलग होती है और गुस्सा तो बहुत ही अलग होती है. उस गुस्से में हम क्या कहेंगे, इसको आने दो तब पता चलेगा कहेंगे, लेकिन फिर से बाहर से हमारा चेहरा बहुत ही अच्छा है. അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും നമുക്ക് ഭാരമായി വരുന്നു. ഇന്ന് രാത്രി നിന്റെ നാവ് പല കെട്ടുകളെ നിന്റെ കൂടെ നിർത്തുന്നതാണ്, നിന്റെ വിടുതലിന് തടസ്സമാണ്. ഇന്ന് രാത്രി ഒന്ന് പറയണം, ഞാനും എൻ്റെ ദൈവമായ ഒരു ബന്ധം നോട്ടത്തില്, ചിന്തയില്, വിചാരത്തില്, വികാരങ്ങളില് നമ്മൾ മേൽ ഓരോ ദിവസങ്ങൾ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി എത്ര പേരൊന്ന് പറയണം, കർത്താവ് മറ്റുള്ളവർ പറയുന്നവർ പറയട്ടെ, പക്ഷെ നിന്റെ വാക്തത്വങ്ങളെ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഓട്ടത്തിനകത്ത് നിനക്ക് ഉയർച്ച ദൈവം തന്നിട്ടുണ്ടോ? നിന്നെ കുറിച്ച് വിധി എഴുതിയിട്ടുണ്ടോ? എന്റെ സ്വർഗം എഴുതിയ വിധി മാത്രമേ നിന്റെയും എന്റെയും ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ആമേൻ. ഹാലേലൂയ. മനുഷ്യന്റെ വാക്കുകൾ ഒരു പരിമിതി വരെയാണ്. മനുഷ്യൻ നിനക്ക് വേണ്ടി കഴുകുമര ഒരുക്കും. ആമേൻ. ഹാലേലൂയ. നിനക്ക് വിരോധമായി മുദ്രകളിടും. പക്ഷെ ഒന്ന് ഓർത്തോണം, സ്തുതിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിജീവനെ, സ്തുതിയുള്ളവൻ യഹൂദേ, നിന്നെ ജയിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ നീ സ്തുതിക്കുന്നവളായിരിക്കണം. ഇന്ന് രാത്രി എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാണ്? ഇന്നു മുതൽ എൻ്റെ സ്തുതി വെളിപ്പെട്ട് വരട്ടെ, ഇന്നു മുതൽ എൻ്റെ സ്തുതിയുടെ ആരാധന എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമായ ദൈവസാന്നിധ്യം. മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, മറ്റുള്ള ഡോക്ടർമാർ വിധിക്കുന്നത് വിധിക്കട്ടെ, കോടതി വിധി വിധിക്കട്ടെ. പക്ഷേ ഹല്ലേലൂയ, നല്ലൊരു ന്യായപാലകൻ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ രാത്രി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. ऐसा कहे कि परमेश्वर से प्रार्थना करे कि मेरे विरुद्ध बोलने वाले बोलने दो, मेरे हालेलुया मेरे बारे में कहने वाले लोग कहने दो, पर मैं परमेश्वर पर आशा रखता हूं कि मेरे जीवन को परिवर्तन लेकर आने वाला परमेश्वर के संग वो लोग करने वाले करे, लेकिन परमेश्वर मेरे अंदर जो योजना रखा है वही मेरे जिंदगी में होने वाला है. हालेलुया. ഇന്ന് രാത്രി ഒന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് പറയാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രി 34 ഡിവൈസുകൾ ഇതിനകത്തുള്ളത് നമ്മുടെ മിടുക്കും കൊണ്ടല്ല, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടല്ല. ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറയുന്നു, പലവട്ടം നീ വാഹനം ഓടിച്ചപ്പോൾ ഉറങ്ങിപ്പോയില്ലേ? പക്ഷെ ദൈവം സുരക്ഷിതമായി നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുവന്നില്ലേ? कई बार अपने गाड़ी में बैठते समय नींद लिया है ना, सो गया था ना, लेकिन परमेश्वर तुम्हें अपने सही सलामत, हालेलुया आमीन, हालेलुया, हाँ आमीन आमीन, परमेश्वर ने पहुंचाया है ना आपको. किस लिए पहुंचाया? आपके ऊपर एक भविष्यवाणी है, നിന്നിലൊരു വാക്തത്വം കിടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒന്ന് പറ, ഇതിനകത്ത് ചില കുടുംബങ്ങളെ ദൈവം ചില വേദിയിൽ നിർത്താൻ പോകുന്നു. രാത്രി എത്ര പേര് ദൂതിനെ ഏറ്റെടുക്കുന്നു? ചില പ്രതികൂലം ഇതിനെ ജാമേ തോപ്പിക്കുവാനല്ല, ഈ പ്രതികൂലം എന്നെ നല്ലൊരു ആയുധമാക്കുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി ഒന്ന് ഉറപ്പോട് പറയാൻ തയ്യാറാണോ? മരണം നിന്റെ മുന്നിൽ കടന്നു വന്നെങ്കിലും ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയുന്നു, ഈ മരണം നിന്നെ തകർത്ത് കളയാനല്ല, വിധി നിന്നെ തകർത്ത് കളയാനല്ല. ഈ വിധിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവ ശബ്ദം വെളിപ്പെടാൻ പോകുന്നു.
ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേര് ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? യെസ്, ഇന്ന് രാത്രി എത്ര പേർ ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ഒന്ന് പിടിച്ചാലല്ല ഉറപ്പിച്ചെന്ന് പറഞ്ഞേ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഒന്ന് പറ, എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന ദൈവമാണ്. आज रात को कहे कि मेरा परमेश्वर मेरे लिए सब कुछ करने वाला परमेश्वर है, मेरे जिंदगी को बदलने वाला। मेरे जो भी समस्या है, चाहे लोगों ने मेरे बारे में बुराई लिखे, चाहे मेरे समस्या कितनी भी कठिनाई क्यों ना हो, लेकिन मैं आशा रखती हूँ मुझ में जो भविष्यवाणी है उसको टालने के लिए किसी भी शक्ति ना होगा. ഇന്ന് രാത്രി ഒന്ന് നിന്റെ ഭവനത്തിൽ പറ, ലോക വൈദ്യന്റെ നിയമമല്ല എന്റെ ഭവനത്തിനകത്ത് ചലിക്കുന്നത്, കോടതിയുടെ നിയമമല്ല എന്റെ ഭവനത്തിൽ ചലിക്കുന്നത്. ഇന്ന് രാത്രി പറ, നിന്റെ വിശ്വാസഗോളത്തിൽ ഹല്ലേലൂയ മറ്റൊരു വ്യക്തി നിന്നെ കുറിച്ച് തകർന്നു പോകുമെന്ന് പറയുന്ന വാക്കുകളല്ല നിന്റെ ജീവിതത്തിന്റെ ചരിത്രം എഴുതുന്നത്. ഇന്ന് രാത്രി നീ ഉറപ്പോട് പറ, ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോ ഞാൻ പോലും അറിയാത്ത ചില മേഖലകൾ തുറക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പല കഥാപാത്രങ്ങളുടെ വിഷയങ്ങൾ അവരുടെ പേരിടുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ഒക്കെ പേരൊക്കെ നമ്മളൊക്കെ നല്ല നല്ല പേരിടും. വാക്തത്വമുള്ള പേരുകൾ ഇടണം. आमेन. अपने बच्चों को नाम ऐसा नाम लिखना है कि परमेश्वर की जो भविष्यवाणी, जो वाचा के अनुसार वाला नाम को अपने बच्चों को डालना है. ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നിങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് കുറേയൊക്കെ ബൈബിളിലും കുറേയൊക്കെ സ്റ്റൈലിഷ് പേരുകൾ ഇടും. ഇല്ല, നിങ്ങൾ ആരും പേരിടാത്തവരാന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ പേരെന്താണെന്ന് പോലും അറിയാത്തവരാ. ഒരു കാലത്ത് ഒരു കഥ, ഒരു അച്ചായന്റെ പേര് ശശിന്നും അമ്മാമ്മയുടെ പേര് മോളി എന്നുമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു കുഞ്ഞുണ്ടായി. അച്ചായ അമ്മാമ്മ പറഞ്ഞു, എന്റെ പേര് ആദ്യ അക്ഷരം വേണം. അച്ചായൻ പറഞ്ഞു, അത് പറ്റത്തില്ല. ഇല്ല, അത് പറ്റും. ആദ്യം എൻ്റെ അക്ഷരം നിങ്ങളോട് അവസാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം സമ്മതമാണല്ലോ എൻ്റെ കൂടെ? നമ്മളിപ്പോൾ ഒരു കുഞ്ഞിന് പേരിടാൻ പോവാം. മോളിയുടെയും ശശിയുടെയും പേര് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പം एक मोली करके नाम है और उसका पति का नाम शशि है. नई नई शादियों का बहुत प्यार होती है. उनको एक बहुत अच्छे से एक बच्चा हुआ. बच्चा होने के बाद बीवी ने बोला कि मेरा पहला अक्षर होना चाहिए. और पति क्या बोले कि क्या करे, अगर नहीं दिया तो फिर दिन भर हमको सुनना पड़ेगा. उन्होंने बोला ठीक है कोई बात नहीं, और बोला कि आपके नाम के साथ खत्म भी होना है. ഞാൻ ആദ്യ അക്ഷരം പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു. രണ്ടാമത്തെ അവസാന അക്ഷരവും കൂടെ വന്നപ്പോൾ കൂട്ടി വായിച്ചപ്പോൾ മഷി എന്നൊരു കുഞ്ഞിന്റെ പേരായിപ്പോയി. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോളിയുടെ എമ്മും ശശിയുടെ ലാസ്റ്റ് ശശിയും അത് രണ്ടും കൂടി കൂടിയപ്പോൾ മഷി ആയിപ്പോയി. അത്രയായി ഒരു കുഞ്ഞിന്റെ പേര്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ്. लेकिन उस बच्चे का नाम ऐसा आया, मशी करके नाम है. मशी का मलयालम में ऐसी अर्थ होती है जैसे कि इंक होती है ना, इंक को मलयालम में कहती है मशी करके, ऐसा नाम. आज लेकिन आजकल अपने जबानों पर भी नहीं आती वैसी नाम होती है. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ നിങ്ങളുടെ പ്രതികൂലത്തിന് പേരിടാൻ പോകല്ലേ. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രതികൂലത്തിന് പേരിടാൻ പോകല്ലേ. ഇന്ന് രാത്രി ദൈവം എന്ന് പറയുന്നു, അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? പരിശുദ്ധം പറയുന്ന ചില രോഗബന്ധനങ്ങൾ ഈ ഗ്രൂപ്പിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര ആ ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? പരിശുദ്ധാത്മ പറയുന്നു, ചില ഭയത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ചില ആമേൻ പുറത്തിറങ്ങാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ कितने लोग विश्वास करना चाहते हैं कि भय की जो आत्मा को परमेश्वर हर एक डिवाइस में से परमेश्वर दूर करना चाहते हैं. निरात्री പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ നാളുകളെ അനുഭവിക്കുന്നത് हमारी कहना है कि एटमॉस्फेयर आमीन जो वातावरण के कारण हमारी बीमारी होती है, जो आमीन जो समस्या इन्फेक्शन के कारण में नहीं, इसके पीछे हिलने वाली कई समस्या को आगे की ओर देखकर अगर आप चलना शुरू करने से, उसे वहीं पर काट देने से मैं विश्वास करती हूँ कि आपको पूरी चंगाई होगा. നമ്മളൊക്കെ പറയുന്ന കാലാവസ്ഥ മുഖാന്തരം അല്ലെങ്കിൽ രോഗങ്ങൾ ഇത് അല്ല, ഇതിനെ പുറകെ ചലിക്കുന്ന ചില ശക്തികൾ. ഇന്ന് രാത്രി കാലില് എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ചോദ്യമേ, ഇന്നലെ നമ്മളോട് കൂടെ
ഒരു ദൈവദാസ് അമ്മ ഇതിനകത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. 3-4 ദിവസമായി ശരീരത്തിൽ വലിയ പ്രതികൂലമായി, തനിക്കിരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. പക്ഷേ ഹല്ലേലൂയ എന്ന് പറയട്ടെ, ഹല്ലേലൂയ, ദൈവഹിതമില്ലാത്ത വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവ നിയോഗമില്ലാത്ത ചില വിഷയത്തിനെ തൊടാൻ പോയി. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവസ്ഥലിൽ നെടുമാട് വീണപ്പോൾ രോഗസൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി ചില ദൈവ കർത്താവിനോടൊന്ന് പറ, കർത്താവ്, എവിടെയെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചോണ്ട് എഴുതുമ്പോൾ എൻ്റെ നോട്ടത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ എവിടെയെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ യഹോവയ്ക്ക് ഹല്ലേലൂയ പ്രീതിയുള്ളവളാക്കുവാൻ എൻ്റെ കർത്താവ് നിയോഗിക്കുന്ന വിഷയം മാത്രം നടക്കുവാൻ തക്കവണ്ണം ഒന്ന് രാത്രി പ്രാർത്ഥിച്ചേ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ദൈവിക മഹത്വം വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നാളുകളായി കിടക്കുന്ന ചില മണ്ഡലത്തിൽ കിടക്കുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ ഇന്ന് രാത്രി പരിശുദ്ധമ്മ പറയുന്നു, ഹല്ലേലൂയ, അടിത്തട്ടിൽ കിടക്കുന്നത്. ആമേൻ. സൂസൻ ബിജുവിനോട് പരിശുദ്ധ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എനിക്കറിയില്ല ബ്രദറിന്റെ പേര്, പക്ഷെ പരിശുദ്ധം പറയുന്നു നാളുകളായി അനുഭവിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില കെട്ടുകൾ, ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ട് വിടുകയില്ലെന്ന് പല ദൂതുകൾ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് മുന്നോട്ട് വിടാതെ വേണം തടയുന്ന ചില മണ്ഡലങ്ങൾ മേൽ പരിശുദ്ധമ്മ പറയും, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന കാലഘട്ടം അധികം ദൂരമല്ലെന്ന്. ദൈവാത്മ പലപ്പോഴും നിന്നെ ഒറ്റപ്പെടുത്തിയ ജീവിതത്തിൽ ആമേൻ ഒരിക്കലും ഹല്ലേലൂയ ഭൂമി സംബന്ധമായി നിർത്തുകയില്ലെന്ന് വെല്ലുവിളിക്കുന്ന, ആമേൻ, ഒന്ന് മാറി സ്വസ്ഥത കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധ പറയും, എനിക്ക് നിന്നെ കൊണ്ട് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധ പറയുന്നു, പലപ്പോഴും നിന്റെ കാൽക്കുലേഷനകത്ത് പോകുന്ന അഭിഷക്തനെ ഇന്ന് രാത്രി ദൈവദാസനെ ആത്മാവ് പറയുന്നു, നിന്റെ പ്ലാനിനെ ദൈവ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധം പറയുന്നു, ഹല്ലേലൂയ, ഇതുവരെ കാണാത്ത ചില പ്രവൃത്തികൾ ദൈവാത്മാവ് പറയുന്നു, ചില രോഗികൾ മേൽ അധികാരം തന്നിരിക്കുന്നു. ചില സമയം ചില പ്രതികൂലത്തിനകത്ത് വലിയൊരു വിടുതൽ തന്ന് ഹല്ലേലൂയ തകർന്നു കിടക്കുന്ന ചില കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കാലഘട്ടം നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും കൊടഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. ഇല്ല, ഞാൻ നാളെയാകട്ടെ എന്നാൽ ഭവനത്തിനകത്തുള്ള പ്രതികൂലം കൂടുന്തോറും പരിശുദ്ധം പറയുന്നു, ഹല്ലേലൂയ, എന്റെ പ്രിയദാസനെ, പരിശുദ്ധം പറയുന്നു, ഇന്ന് രാത്രി ദൈവം തീരുമാനമെടുത്തോ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണെന്ന്. ഇന്ന് രാത്രി മറന്നു പോകലെന്ന് ആത്മാവ് പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു കാഴ്ചപ്പാടിന്റെ ഉടമയാണ് പരിശുദ്ധമ്മ പറയുന്നു. ഇന്നേക്കും 7 വർഷം മുന്നേ ദൈവാത്മാവ് പറയും, നിനക്ക് വലിയൊരു പ്രൊജക്ട് ഞാൻ തന്നിട്ടുണ്ട്. ദൈവാത്മാവ്, ഞാൻ നിനക്ക് പ്രൊജക്ട് തന്നു. ആ പ്രൊജക്റ്റിൽ മേൽ ഇതുവരെ ചലനമില്ലാതെ കിടക്കുന്ന, ഹല്ലേലൂയ, ഒതുങ്ങിക്കൂടുന്ന ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധം പറയുന്നു, 7 വർഷം കൊണ്ട് ഞാൻ നിന്നെ പണിയുതോണ്ടിരിക്കുന്നു. എനിക്കറിയില്ല, ദൈവാത്മാവ് പറയുന്നു 7 വർഷം കൊണ്ട് ചില പണി നടക്കുന്നോണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയുന്നു, നീ സമർപ്പിക്കാൻ തയ്യാറാണോ? അനേക ചെയ്ത് നിർത്തിയിരിക്കുന്ന ചില വേലകളെ ആമേൻ തുടക്കം കുറിക്കുവാൻ അഭിഷേകം ഞാൻ നിന്നെ പുറപ്പെടുത്തുമെന്ന് ആത്മാവ് പറയുന്നു. വിശ്രമമില്ലാതെ ഞാൻ നിന്നെ എന്റെ രാജ്യത്തിനു വേണ്ടി എനിക്ക് നിന്നെ കൊണ്ട് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. പലപ്പോഴും ക്ഷീണമിടുന്ന, പലപ്പോഴും വേദനയിടുന്ന, പലപ്പോഴും ശോധന ഘട്ടത്തിൽ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയദാസനെ, ആത്മാവ് നിന്നിൽ ഞാൻ അഭിഷേകം പകർന്നിരിക്കുന്നു. ദൈവം നിന്നിൽ ഒരു വലിയൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ പലപ്പോഴും ഒതുങ്ങിക്കൂടുന്ന, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ തീർന്നു പോകുമോ എന്ന് ആരോടും പറയാത്ത ചില വേദന കൂടെ കടന്നു പോകുന്ന പരിശുദ്ധം പറയുന്നു, യോബേ, നിന്റെ ജീവിതത്തിൽ കടന്നത് ശോധന തകർക്കാനല്ല, അത് നല്ലൊരു ആയുധമാക്കി നഷ്ടപ്പെട്ടതിനെ ഞാൻ മടക്കി തന്ന് ഇരട്ടി പങ്കായി ഞാൻ പുറപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് പറയുന്നു. ഇന്ന് രാത്രി ആത്മാവ് പറയും, എനിക്കറിയില്ല നിങ്ങൾ, ഹല്ലേലൂയ, പ്രിയ സഹോദരൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, കൃപാവരങ്ങൾ എന്താണെന്ന്. പക്ഷെ പരിശുദ്ധം പറയും, ഇന്ന് രാത്രി നാവിന്റെ കെട്ടഴിയാൻ പോകുന്നു. നാവിന്റെ കെട്ടഴിയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എന്റെ ശരീരത്തിൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ദൈവ സാന്നിധ്യം അസാധാരണമായി निरात्रि എല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് सभी लोग अपने अपने ताली बजाकर परमेश्वर की स्तुति करें. निरात्रि परिशुद्ध बने तो हालेलुया, पवित्र आत्मा करे कई लोगों की जिंदगी में, आमीन, आमीन, हालेलुया, आमीन, ज़बानों को परमेश्वर खोलने जा रहे. हालेलुया. निरात्रि ദാവിന്റെ കെട്ടായി ഇന്ന് രാത്രിയാണ്. നീ കെട്ടിയ കെട്ട് ഇന്ന് രാത്രി അഴിക്കാൻ പോകുന്നു. നീ കെട്ടിയ കെട്ട്, ഹല്ലേലൂയ,
ഇന്ന് രാത്രി അഴിക്കാൻ പോകുന്നു. ഉടമന ഹദരഗദന റിബാല ബലബൗ ശംദന അസ്തനംദനാരിഗനം ഹിമാല ബലബ അതരഗദന റിബാല ബലബലബൗ ശംദന. ഇന്ന് രാത്രി ദൈവ പരിശുദ്ധാത്മ 2024 പ്രവേശിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്ത ഇന്ത്യയെ, അവൻ നിന്റെ കണ്ണുനീർ ഇന്ത്യയെ, അഭിഷേകത്തിന് ഇന്ത്യയെ, ഹല്ലേലൂയ, ഇതുവരെ അതിന്റെ അറ്റം പോലെ എത്തിയിട്ടില്ലല്ലോ. ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് പറയുന്നു, നീ കെട്ടിയ കെട്ട് ഇന്ന് രാത്രി നീ അഴിക്കാൻ പോകുന്നു. സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതലിന് വേണ്ടി നേൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നല്ലൊരു ആയുധമായ ഒരു തീപ്പന്തലായി ഞാൻ നിന്നെ പുറപ്പെടുത്താൻ പോകുന്നു. ഉടമന റിഗമന റിഖാലമ. ഇപ്പോൾ ഇന്ന് സൗദിയിലായിരിക്കും, പക്ഷെ പരിശുദ്ധമ്മൻ അനേക രാജ്യങ്ങൾ, അനേകർ പട്ടണങ്ങളെ, ഗ്രാമങ്ങൾ നിന്നെ കാത്തു നിൽക്കുന്ന ആത്മാ പറയുന്നു. അനേകർക്ക് നീ ആശ്വാസമാകാൻ പോകുന്നു. വിശ്രമമില്ലാതെ ഓട്ടം നിന്റെ മുൻപിലുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പലപ്പോഴും വിധിച്ച വിധികള്, ഇന്ന് രാത്രി നീ എഴുതിയ വിധികള് ഇന്ന് രാത്രി പൊട്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിന്നെ ഇവിടെ ദൈവം കൊണ്ടുവന്നതാണ്. നീ വരേണ്ടതല്ലായിരുന്നു. പക്ഷെ പരിശുദ്ധം പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ച് ദൈവിക നിയോഗമുണ്ട്. പലർക്കും ഒരു ആശ്വാസമാണ്, പലർക്കും ഒരു ആശ്വാസം. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടെന്ന് പല ചോദ്യത്തിൽ നിൽക്കുന്ന ഇന്ന് രാത്രി ആത്മാ പറയുന്നു, നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കോ. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. പരിശുദ്ധ നിന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. ഉടമന ഹദരഗദന ഹിമാലവ ശാന്തന. ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി നിനക്ക് വിധി എഴുതിയ ചില രേഖകളെ ഞാൻ മാറ്റുമെന്ന് ആത്മാ പറയുന്നു. രാത്രി ഹല്ലേലൂയ, ഒറ്റയ്ക്ക് പലപ്പോഴും ഹല്ലേലൂയ പല ചോദ്യങ്ങളായിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്നെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ആത്മാ പറയുന്നു, ഇല്ല ഇല്ല, നിന്റെ ഭയം ഹല്ലേലൂയ, നിന്നിൽ ചില ഭീതിയുണ്ട്. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പരിശുദ്ധമ അതിനെ പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കും. നിന്റെ ഭയമല്ല നിന്റെ ഭവനത്തില്, നിന്റെ ഭയമല്ല നിന്റെ ഭാര്യമേല്, നിന്റെ ഭയമല്ല നിന്റെ തലമുറമേൽ. ഇന്ന് രാത്രി നീ പറ, പ്രവചിക്കുന്ന അസ്ഥികളെ, ഉണങ്ങി കിടക്കുന്ന അസ്ഥികളെ നീ നോക്കി പ്രവചിക്ക്, അത് ചലിക്കാൻ പോകുന്നു. നിരാത്തി ദൈവ കരത്തുനിന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിരാത്തി കാലിൽ നിന്റെ സമർപ്പണത്തിൽ ചില കെട്ടുകൾ ഇന്ന് അഴിയുന്ന രാത്രിയാണ്. निरात्रि हाल आज रात को कितने लोग कहना चाहते कि परमेश्वर असाध्यम, मेरे जीवन में जो भी समस्या को हल दिखाने वाला परमेश्वर के संग में बैठने से मैं विश्वास करती हूँ कि मेरा परमेश्वर मेरे जीवन का हर एक मोड़ को चलाने वाला परमेश्वर है. ആമേൻ, ഹല്ലേലൂയ. നിരാത്രി എത്ര പേർ സന്തോഷമുള്ളവരാണ്? യെസ്, ജിജോ ജോർജ്, ഹല്ലേലൂയ. എത്ര പേർ സന്തോഷമുള്ളവരാണ്? ഇന്ന് രാത്രി ഒന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഞാനായിട്ട് വന്നതല്ല, ഇവിടെ ഈ രാജ്യത്ത് ഞാനായിട്ട് വന്നതല്ല, നിർബന്ധം നിന്നിൽ കിടക്കുന്നുണ്ട്. ദൈവാത്മ പറയും, എനിക്ക് നിന്നെ പണിയാനുണ്ട്. നിന്നെ ഒറ്റപ്പെടേണ്ട ജീവിതത്തിൽ എനിക്ക് നിന്നെ കുറിച്ച് ദൈവിക നിയോഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നോട് ആരെന്ന് വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. എന്നും മൊർദെഖായിയുടെ കൂടെ ഹല്ലേലൂയ എസ്തർ ഉണ്ടായിരുന്നു. പക്ഷെ എസ്തറിനെ പോലും വേർതിരിച്ചെങ്കിൽ ദൈവാത്മാ പറഞ്ഞു, ജിജോ ജോർജ്, നിന്റെ ജീവിതത്തിൽ മേൽ ഒറ്റപ്പെടലിന്റെ ജീവിതത്തിൽ ആരും നിന്റെ വാക്കുകൾ ആർക്കും മനസ്സിലാകാത്ത വേദനകൾ പലരോടും നീ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ വേദനയ്ക്ക് ഒരു ഹല്ലേലൂയ അതിരിടാൻ പോകുന്നു. ഇന്ന് രാത്രി നിന്റെ കഷ്ടതയ്ക്ക് ഒരു അതിരിടാൻ പോകുന്നു. ആമേൻ, ആമേൻ. ജീവിത ചരിത്രത്തിന് ആമേൻ നാളുകളായി അനുഭവിക്കുന്ന അതിരിടാൻ പോകുന്നു. പരിശുദ്ധമ്മ പറയുന്നു, ചില സാമ്പത്തിക മണ്ഡലത്തിൽ ബ്രഹാമേൻ തകർച്ച കിടക്കുന്ന ചിലതിന്മേൽ അഭിഷേകം നിന്നിൽ കൂടെ അനേകർക്കൊരു വിടുതലാകാൻ പോകുന്നു. പലപ്പോഴും ചിന്തിക്കുന്നു, ഈ ശരീരത്തിൽ എന്ന് രോഗമുണ്ടോ? ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ ആരോഗ്യത്തോടായിരിക്കുമോ? അതോ എന്റെ പ്രാണന ഹാനി വരുവോ? പലപ്പോഴും മരണഭീതി നിന്റെ കൂടെ നിൽക്കുന്നു. ഇന്ന് രാത്രി ആത്മാ പറയുന്നത്, ഇല്ല, എനിക്ക് നിന്നെ കൊണ്ട് ദൈവിക പദ്ധതിയുണ്ട്, എനിക്ക് നിന്നെ കുറിച്ച് ദൈവിക പദ്ധതിയുണ്ട്. ദൈവാത്മാ പറയുന്നു, ഞാൻ സമയമാകുമ്പോൾ ഞാൻ പിന്നെ പുറപ്പെടുത്തും.
നിന്റെ വിഷയത്തിനകത്ത് ഞാൻ പുറപ്പെട്ട് എന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. അടരഗതന റീമാല ഹസ്തന അടരഗന ശാന്തന. ലിറ്റിൽ സുരേഷ് ശക്തമായി പ്രാർത്ഥിച്ചോ. ആത്മാവ് പറയുന്നു നിന്റെ ശരീരത്തിൽ ഭയപ്പെടുത്തുന്ന ചില രോഗബന്ധനങ്ങളുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ കരയുന്നു. ആമേൻ ഹല്ലേലൂയ. നിന്റെ മകൾക്ക് ഉണ്ടാകുന്നതിന് മുന്നമേ നിന്നിൽ ഭയമുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. പക്ഷേ നീ ഭയപ്പെടുന്നു മറ്റുള്ളവരെ കാണിക്കാൻ. നിരാത്രി നീ ആരാധിക്കാൻ തയ്യാറാണ്. ആമേൻ. നിരാത്രി നീ സ്വയം വരുത്തിയ ചില വാക്കുകൾ നിരാത്രി അതിനെ ഹല്ലേലൂയ വേരോടെ പിഴുതു മാറ്റാൻ ആത്മാവ് വ്യക്തമായ ദൂത് കൈമാറുന്നു. ഉടമന ഹദരഗദന റീബാല ഭൗഷം. ആരും ഇതിനകത്ത് മൗനമായിരിക്കല്ലേ. നിരാത്രി ആരും हालेलुया कोई भी इसके अंदर जो भी बैठा है कोई शांत ना बैठे. പവിത്ര ആത്മാ ചില ഭവനത്തിനകത്തുനിന്ന് ഭയത്തിന്റെ ആത്മാവിനെ നിരാത്രി ദൂരീകരിക്കാൻ പോകുന്നു. യെസ് ശാലിബിനോ നിരാത്രി ഏറ്റെടുക്ക്. നിരാത്രി ഹല്ലേലൂയ നിന്റെ ഭവനത്തിനകത്ത് ചില മരണക്കെട്ട് അഴിയുന്ന രാത്രിയാണ്. യെസ് യൂറാബ ഷാധറ കാമാന. നിരാത്രി ദൈവാത്മാ പറയും ചില ഭൂമിയോട് ബന്ധപ്പെട്ട് ഒതുക്കിയ ചില മണ്ഡലങ്ങള്. ആമേൻ ഹല്ലേലൂയ. നന്മ കാണത്തില്ലെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങളെ യോബിനോട് ചോദിക്കുന്നത് പോലെ കെട്ടിയ ചില കേട്ടുകൾ ഇന്ന് രാത്രി അഴിച്ചുവിട്ട് ചില ശുദ്ധീകരണം നടത്തി ദൈവം നിന്നെ സമൃദ്ധിയായി നടത്താൻ പോകുന്നു. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് വരെ നിന്റെ കഴിവ് നീ പണിതാണ്. പക്ഷെ പരിശുദ്ധൻ പറയുന്നു സമർപ്പിക്കുമ്പോൾ യോബ് സമർപ്പിച്ചപ്പോൾ കർത്താവ് അതിനെ പണിതു. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ഇന്ന് വരെ നിന്റെ മെന്റാലിറ്റി പരിശുദ്ധാത്മാവെന്ന് പറ. യെസ് സന്തോഷം എന്ന് പറഞ്ഞേ. നിരാത്രി ഇന്ന് വരെ എന്റെ കാൽക്കുലേഷൻ നടന്നെങ്കിൽ നിരാത്രി നിന്റെ കാൽക്കുലേഷൻ നിരാത്രി മാറാൻ പോകുന്നു. യെസ് आज रात का पवित्र आत्मा कह रहे कई लोगों का कैलकुलेशन को चेंज करने जा रहा है. യെസ് ബീന റജി എന്ന് പറഞ്ഞ ഡിവൈസിനകത്ത് തന്റെ മകളോട് പരിശുദ്ധം വന്നു നിന്റെ കാൽക്കുലേഷൻ ഇന്ന് രാത്രി മാറാൻ പോകുന്നു. നിരാത്രി നിന്റെ കാൽക്കുലേഷൻ ദൈവം മാറ്റി സ്വർഗത്തിന്റെ കാൽക്കുലേഷനിലേക്ക് നിന്നെ നീക്കാൻ പോകുന്നു. ഓ റബ ലഗന്ധന. നിരാത്രി പരിശുദ്ധമ ചില ഹല്ലേലൂയ ചില ഡിവൈസിനോട് പരിശുദ്ധമ വ്യക്തമായി പറയുന്നു നിന്റെ കാൽക്കുലേഷൻ ഇന്ന് രാത്രി മാറ്റുന്ന രാത്രിയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നു നിന്നിൽ ഒരു കൃപ വെളിപ്പെടുമ്പോൾ നിന്നിൽ ഒരു അഭിഷേകം വെളിപ്പെടുമ്പോൾ आमीन मैं एक ही चाहती हूँ आमीन परमेश्वर के वचन के अनुसार कहना चाहती हूँ आपके कैलकुलेशन को परमेश्वर दूर करने जा रहे हैं. परमेश्वर के कैलकुलेशन के अंदर आपको बिठाना चाह रहे. निरात्रि ഒന്ന് പറഞ്ഞേ കർത്താവേ നിന്റെ കാൽക്കുലേഷൻ അകത്ത് I want your presence. हालेलुया. आज रात को कितने लोग कहना चाहते हो निന്റെ कैलकुलेशन എല്ലാം മാറ്റി आज हालेलुया आपकी कैलकुलेशन को परमेश्वर के संग रखें. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ കാൽക്കുലേഷനെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പുതിയൊരു തലത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ യുദ്ധം നടക്കുന്ന രാജ്യത്തിനോട് ബന്ധപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ പറയുന്നു നിങ്ങളോട് ബന്ധപ്പെട്ട 3 വ്യക്തി ജീവിതങ്ങൾക്ക് അനർത്ഥമുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. നിങ്ങൾ പോലും അതിശയിക്കുന്നത് പോലും അവർ ഏറ്റവും വലിയ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവർ 3 വ്യക്തി ജീവിതങ്ങൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതായിട്ട് ദൈവാത്മാക്കാണ്. എനിക്ക് നിങ്ങളുടെ ആൾക്കാരെ ഒന്നും അറിയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രാത്രി നമുക്ക് ഒരുമിച്ച് അവർ സേഫ് സോണിലായിരിക്കുന്നവർ. പക്ഷെ സേഫ് സോണിനകത്തുനിന്നും ഈ 3 വ്യക്തി ജീവിതങ്ങൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു. നിരാത്രി ദൈവകരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? ആമേൻ ഹല്ലേലൂയ. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ദൂത് കൈമാറുന്നത്. ആമേൻ. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. നിരാത്രി നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റുകളെ ദൈവകരത്തിൽ കർത്താവേ മരണം വ്യസനത്തിന് കാണും എണ്ണത്തിൽ ഞങ്ങളുടെ കുറയല്ലെന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ഒന്ന് പറ ആമേൻ. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാ. हम हमेशा में लोग करीब हमारे फैमिली मेंबर सभी लोग प्रार्थना करते हैं कि गिनती में एक भी कम ना हो. 2024 നമുക്കൊന്നും വേണ്ട. ഓരോ ദിവസങ്ങളുടെ ആയുസ് ദൈവം തന്നാ മതി. ഇന്ന് രാത്രി ചില മരണക്കെട്ട് നിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ദൈവസന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുന്നു. യെസ്. ഇന്ന് രാത്രി ഒന്ന് വിശ്വാസത്തോടെ പറ എന്റെ സഹോദരങ്ങൾ ഒന്നും നഷ്ടപ്പെടല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ ഭയ അവൻ ഭയം ഹൂറാബാല ഹദരകന നമ്മുടെ സഹോദരങ്ങളാണ്.
എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും ആർക്കാരെയും ഒന്നും അറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം, നമ്മുടെ ജനമാണ്. ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നോർത്തോണം, എണ്ണത്തിൽ കുറയല്ലേ. അവരുടെ മക്കള് നാട്ടിലാണ്, ഭർത്താവ് നാട്ടിലാണ്, ഭാര്യ നാട്ടിലാണ്. പക്ഷെ ഒന്ന് പറയണ, കർത്താവേ എണ്ണത്തിൽ കുറയല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് പറ, ഞങ്ങൾ എണ്ണത്തിൽ കുറയാനുള്ളതല്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ उयरवाना। हालेलुया। निरात्री तो मेरे हाँ में कितने लोग विश्वास करना चाहते हैं, अपने परिवार के सदस्यों को देखकर कहे कि हमारी गिनतियों में एक भी ना कम हो। परमेश्वर के राज्य के लिए हम एक झुंड बनना चाहते हैं। आमीन। Praise the Lord. Praise the Lord. നിരാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? നിരാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? പരിശുദ്ധാത്മാ സാഹിബനോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, നിന്നോട് ബന്ധപ്പെട്ട് ചില അനർത്ഥം കാണുന്നു. നിന്റെ കുടുംബത്തെ എണ്ണത്തിൽ കുറയാതെ വേണം സൂക്ഷിച്ചുകൊള്ളാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ആജ് രാത് കോ കിതനെ ലോഗ് कहना चाहते हैं, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കാനല്ല, നിനക്ക് വരുന്ന അനർത്ഥം മുന്നമേ അറിയുന്നതാണ് ഏറ്റവും വലുത്. निरात्री हालेलुया। हम सभी लोग आशीष की भविष्यवाणी सुनने के लिए चाहते हैं, लेकिन ऐसा प्रार्थना करें कि मेरे जीवन में आने वाला समस्या मुझे पहला बता कर ही होना है। आज रात को कितने लोग स्वीकार करना चाहते हैं, हे परमेश्वर उस वर्तमान को मेज में रहे. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ പുതുശക്തിയോടെ ഇന്ന് രാത്രി, നാളെ നിനക്ക് പകലുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇന്ന് നീ സമർപ്പിക്കാൻ തയ്യാറാണോ? കർത്തൃവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? രാത്രി ദൈവകരത്ത് ഒന്ന് പറ, അബ്രഹാം പറഞ്ഞു, ഒരുവൻ നീതിമാനുണ്ടെങ്കിൽ ദേശത്തെ തകർത്തി കളയുകയില്ല. നിരാത്രി എന്നെ കേറിയ ഹല്ലേലൂയ വ്യക്തി, ഇസ്രായേലിലെ വ്യക്തി ജീവിതംഗമേ, നിങ്ങൾ ഒന്ന് പറ, ഞങ്ങളുടെ എന്തെങ്കിലും നീതി പ്രവൃത്തി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ വിടിവിക്കട്ടെ, ഞങ്ങളുടെ ജനത്തെ വിടിവിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. നിരാത്രി ദൈവ ശക്തി വ്യാപരിക്കട്ടെ. നിരാത്രി ദൈവിക ശക്തി ചിലതിൽ വ്യാപരിച്ചോണ്ടിരിക്കുന്നു. आज रात को पवित्र आत्मा की शक्ति, यस, നിരാത്രി ചിലതിന്മേൽ, യെസ്, നിരാത്രി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധം പറയുന്നു, ചിലർക്ക് ഹല്ലേലൂയ ശരീരത്തിൽ മേലുണ്ടാകുന്ന ചില രോഗബന്ധനങ്ങളെ മാറ്റാൻ പോകുന്നു. തൈറോയ്ഡ് സംബന്ധമായി ആമേ ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്നു. हमें थायराइड के समस्या से जो गुजर रहे, परमेश्वर उनकी सभा हमें वो समस्या को परमेश्वर दूर करना चाहते हैं। हालेलुया। हमें दूर करने चाहते हैं। हालेलुया। निरात दैव शक्ति व्यापरिക്കുക. निरात दैव ചില വിടുതൽ ചില ഭവനത്തിൽ വെളിപ്പെടാൻ പോകുന്നു. നിരാത്രി നിങ്ങൾ അത് കൺമുമ്പിൽ കാണാൻ പോകുന്നു. നിരാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. മറിയമ്മ സണ്ണി ഏറ്റെടുത്തോ. നിരാത്രി നിരാത്രി ദൈവിക ശക്തി, നിരാത്രി പരിശുദ്ധയുടെ വലിയൊരു സാന്നിധ്യം നിരാത്രി ചില കുടുംബത്തിനകത്ത് വെളിപ്പെട്ടോണ്ടിരിക്കുന്നു. നിന്റെ ആരാധനക്കകത്ത് ഹല്ലേലൂയ നീ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധ യോബിന്റെ കൂടെ ഒന്ന് പറ, സകലവും സാധ്യമാകുന്ന എന്റെ ദൈവത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമാൽ നീ ഒന്ന് പറ, പ്രഖ്യാപിച്ചേ, എന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവമേ. യെസ്, ആപ്കി ആരാധന മേ ഹല്ലേലൂയ. നിരാത്രി ചില നീ ആരാധിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് ചലനം ഉണ്ടാകാൻ പോകുന്നു. നിരാത്രി നിന്റെ വിഷയം എത്ര ദൂരെ കടന്നാലും അതിൽ മേ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. Amen, amen, amen. Praise the Lord. Hallelujah. Yes. നിരാത്രി ദൈവ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ആരാധനയ്ക്കകത്ത്, നീ ആയിരിക്കുന്ന വിഷയത്തിനകത്ത്, നീ പോലും അറിയാത്ത ചില മണ്ഡലത്തിൽ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. യെസ് ലാലി സെബാസ്റ്റ്യൻ, നിന്റെ ഭവനത്തിൽ ചില വെല്ലുവിളിക്കുന്ന മരണക്കെട്ടിന്റെ കെട്ടുകൾ ഈ ദിവസങ്ങൾ അഴിച്ചു മാറ്റുമെന്ന് ആത്മാ പറയുന്നു. നീ പ്രാപിച്ച അഭിഷേകം സാധാരണ അഭിഷേകമല്ല, നിന്റെ ചുറ്റും നിൽക്കുന്ന പ്രതികൂലത്തെ ജയിക്കുന്ന അഭിഷേകമാണ്. രാത്രി നീ സ്തോത്രം പറയുമ്പോൾ തന്നെ ചില വീടുകൾ വെളിപ്പെടുക. ദൈവാത്മാ ജൂഡി ജോർജിനോട് പരിശുദ്ധ നിന്റെ സഹോദര സംബന്ധമായ വിഷയത്തിൽ മേൽ ദൈവം നീതിയായി വിധി എഴുതാൻ പോകുന്നു. ഹല്ലേലൂയ. നിനക്ക് അനുകൂലമായി ഒരു വിധി പുറപ്പെടാൻ പോകുന്നു. അമേൻ. ഹല്ലേലൂയ. അത് എങ്ങനെയെന്നല്ല, ചില നിയമങ്ങളെ പോലും നിനക്ക് വിരോധമായി എഴുതിയെങ്കിലും പരിശുദ്ധം പറയുന്നു, പ്രാർത്ഥിക്കുന്ന എന്റെ ജനമേ, നിരാത്രി നിനക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുന്ന
ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുന്നു. ഉടമന അംധൻ രിഗന റിബാല ബല ബല ബൗഷംധന അതരഗദന റീബാല ഹസ്തന ആന്ധന റിഗരവല ബല ബൗഷംധന. നിരാത്രി ദൈവ ശക്തി വ്യാപരിക്കുന്നു. നിരാത്രി ദൈവ ശക്തി വ്യാപരിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. നിരാത്രി അഭിഷേകമുള്ളവര് അന്യഭാഷ പ്രാപിച്ചൊരു കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിന്റെ ഭവനത്തിന്റെ അവസ്ഥകൾക്ക് ഓ റിഗാലബ ഇങ്ങോട്ടല്ല ഉടമന ഹദരഗ അന്ധനാരികന റിബാലഹസ്തനം ധനാരികനം റിബാലബൗഷം ധനാരികനം ചൂടാരഗന്ധന അധരഗതന ഹീബാലഹസ്തനാരികന. യേശുവിന്റെ നാമത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ നാളുകളെ അനുഭവിച്ചിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ഇന്ന് രാത്രി നിന്റെ മറ്റുള്ളവർക്കുള്ള വിഷയമല്ല, നിന്റെ വിഷയത്തിന് ആമേൻ ഹല്ലേലൂയ. രാത്രി ആമകളുടെ പ്രാർത്ഥന നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഈ രാത്രി ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് യുപി നടന്ന ചില അനർത്ഥത്തിൽ നിന്ന് തന്റെ ജനത്തെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന आज यूपी में जो समस्या हुआ उसके अंदर कई हालेलुया पवित्र आत्मा ने हालेलुया अपने लोगों को परमेश्वर अलग करके रखा. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആളി കത്തിയ കത്തല് ആമേൻ പല കുടുംബങ്ങൾ നശിച്ചു പോയി, പല വാഹനങ്ങൾ കത്തി എരിഞ്ഞു പോയി. പക്ഷെ എന്റെ ദൈവം നമ്മെ സൂക്ഷിച്ച ദൈവമാണ്. हमें संभाल कर रखा, इसलिए धन्यवाद करते हैं निरात्रि. हालेलुया. आमीन आमीन. प्रेज गॉड. रिबालवौ शंदना चूड़ा मन हर ശബ്ദന റിഗല ഹന്തന അതരഗതന ചൂടാരഗന്ധന. നിരാത്രി ദൈവ ശക്തി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. നിരാത്രി ചില ഭവനത്തിനകത്തളത്തുന്നു വിധികളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്നു. ഗതന ശാന്തന. നിരാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. നിരാത്രി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു. നിരാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവാത്മ ചില ട്രാക്കിയ സംബന്ധമായ രോഗബന്ധനങ്ങളെ നിരാത്രി ട്രാക്കിയ അൾസറിനെ ദൈവം മാറ്റാൻ പോകുന്നു. യെസ്. നിരാത്രി ദൈവ ശക്തി വ്യാപരിക്കുന്നു. ദൈവ ശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇതിനകത്ത് ചില വ്യക്തി ജീവിതങ്ങൾ നിരാത്രി ചില വെളിപ്പാട് സംഘമായി കാണാൻ പോകുന്നു. നിരാത്രി ചില വെളിപ്പാടുകൾ കാണാൻ പോകുന്നു. ചില പുതിയ ദർശനത്തിൽ കൂടെ നിരാത്രി പുതുഭാഷകളെ കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. ഉടാമൻ ആന്തന റിഗാന റിമാലവോ ഷാർലി ബിനുമോനോട് പരിശുദ്ധ ദിവസങ്ങൾ നീ കുറിച്ചു വെച്ച ഇന്നേക്കും 52 ദിവസങ്ങൾക്കുള്ളിൽ നീ വിടുതലുമായി ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ ദൈവം ബലപ്പെടുത്തുമെന്ന് ആത്മാവ് വ്യക്തമായി പവിത്രാത്മ ऐसा कह रहा है कि आमीन हालेलुया. आमीन हालेलुया. 52 डेज के अंदर कई आमीन आपके जीवन में ये दिनों में प्रार्थना करने वाला विषय में उत्तर मिला जाएगा. उड़ा मन हदर गदन रिबाल भवशंदന. നിരാത്രി ഉറച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. നിരാത്രി ദൈവം ഞാൻ നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഓ റബാ ലഗാ ധന റിഗാന അതരഗദന റീബാല ഭൗഷംദന. നിരാത്രി ചില ഹല്ലേലൂയ ചില ഉദര സമ്പത്തിൽ ഹല്ലേലൂയ ചില രോഗബന്ധം ചില ഓക്കാനിച്ച് ആമേ ആമേ ചില കൈവശങ്ങളൊക്കെ പുറത്തു പോകുന്ന രാത്രിയാണ്. ഉടാ റഗാധന റിഗാലവലവ. നിരാത്രി ശരീരത്തിൽ ദൈവ സാധാരണമായി ചില രോഗാത്മാവിനെ പരിശുദ്ധാത്മാവ് നിരാത്രി ശരീരം വിട്ടുമാറാൻ പോകുന്നു. ഓ റിഹമന ചില ശരീരത്തിനോട് വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളെ വേരോട് എന്നേക്കുവാൻ आज रात को प्रार्थना करे. हालेलुया. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രി ഒന്ന് യോബിനോട് കൂടെയൊന്ന് പറ. ആമേൻ. സകലവും സാധ്യമാക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞേ, എന്റെ കർത്താവ് സകലവും സാധ്യമാക്കുന്ന. എന്റെ ഭയം എന്റെ ജീവിത ചരിത്രത്തെ മാറ്റുന്നതല്ല, എന്റെ ദൈവം സകലവും സാധ്യമാക്കുന്നതാണ് എന്റെ ചരിത്രത്തിന്റെ മാറ്റം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില നന്മയെ കെട്ടിയേക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയാണ്. യെസ്. ദൈവകരത്തിൽ എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി എത്ര പേര് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്?
ഇന്ന് രാത്രി ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുന്ന രാത്രിയാണെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. हमें नष्ट हुआ कई चीजों को परमेश्वर लौट के देने वाला है। हालेलुया। आज रात को कितने लोग हालेलुया ആമേൻ ഹല്ലേലൂയ നാളുകൾക്ക് നഷ്ടപ്പെട്ട ചില വിശ്വാസങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇല്ലെന്ന് അടക്കി വെച്ച ചില വിഷയത്തിന്മേൽ മറുപടി തരുന്ന ദിവസങ്ങൾ ജെസി ടോംസിയോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ചില മടക്കി വെച്ചോ ആമേൻ ആമേൻ കൈ ഫയൽ को ആമേൻ ആമേൻ उसे खोलने जा रहा है करके पवित्र आत्मा ആമേൻ ഇന്ന് വരെ ചെയ്ത് ഹല്ലേലൂയ ഇന്നേക്കും ഹല്ലേലൂയ വർഷങ്ങൾക്ക് മുന്നേ നീ ശുശ്രൂഷയില് എന്റെ പാദപെടുത്ത് ശക്തമായ ദൈവ ഉപയോഗം പരിശുദ്ധ പറഞ്ഞു. ഇതൊരു കാല സീസൺ നിനക്ക് വെളിപ്പെടാൻ പോകുന്നു. നിരാത്രി നിനക്കൊരു സീസൺ വെളിപ്പെടാൻ പോകുന്നു. നിരാത്രി പറ ഞാൻ അധികാരത്തോടെ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു. അധികാരത്തോടെ ചില നീ പുറപ്പെടും. ഇതിനകത്ത് ചില ദബോറമാരെ പുറത്തിറക്കാൻ പോകുന്നു. നിരാത്രി ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിയേൽപ്പിക്കാൻ തയ്യാറാണോ? നിരാത്രി നീ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ ഹല്ലേലൂയ അപ്ഗ്രഡേഷൻ ലെവലിൽ വെളിപ്പെടാൻ പോകുന്നു. നിന്നൊരു അപ്ഗ്രഡേഷൻ വെളിപ്പെടാൻ പോകുന്നു. ഇതുവരെ ഹല്ലേലൂയ ആമേൻ ചില രാജ്യങ്ങളോട് ദൂത് പറയുന്നത്, ചില ദേശങ്ങളോട് ദൂത് പറയാൻ തക്കവണ്ണം, ചില ഗ്രാമങ്ങളോട് ദൂത് പറയാൻ ചില അധികാരം ചില നാവിൽ തരാൻ പോകുന്നു. ദൈവാത്മാ നീ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നത് സാരമില്ല, പക്ഷെ നീ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ പോകുന്നു. ഉദാഹരണ हम आप जिस समस्या में जा रहे ठीक है, लेकिन आप अनेक लोगों का समस्या को हल करने वाला व्यक्ति होने वाला है करके पवित्र आत्मा कह रहे हैं. आज रात को अपने आप को समर्पित करें. आज रात को अपने आप को पूरी तरह से समर्पित करें. परमेश्वर की हालेलुया शक्ति आपके अंदर ഉണ്ടേൽനെ ജാര करके पवित्र आत्मा कहना चाहता है. നിരാത്രി ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. നിരാത്രി ദൈവിക ശക്തി ചിലതിന്മേൽ വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. നിരാത്രി ഒന്ന് സമർപ്പിച്ച ചില കുഞ്ഞുങ്ങൾ ഇതിനകത്ത് സംസാരിക്കട്ടെ. ചില തലമുറകൾ നാവും കൊണ്ട് സംസാരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അവരെ ദൈവം ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധമ വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. ഉടാമന ഹദര ഖദന ഹിബാല ബലവ. നിരാത്രി ദൈവ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് കർത്താവിനോട് ഒന്ന് നമുക്ക് യോബിനോട് കൂടെ പറ, കർത്താവിൽ സകലവും സാധ്യമാണ്. യെസ് സന്തോഷ് പറഞ്ഞേ ആമേ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നുവരെ നടക്കാത്ത വിഷയങ്ങളെ ഓർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. ഒന്ന് പറ, സകലവും സാധ്യമാക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. വിശ്വാസ കൈക്ക് आपकी जो भी भविष्यवाणी आज तक नहीं हुआ रहेगा, लेकिन अय्यूब के साथ हम भी कहे कि परमेश्वर से सब कुछ साध्य होने वाला है. लॉर्ड हालेलुया. मैं विश्वास करती हूँ कि मेरी जिंदगी को बदलने जा रहा है. വരുന്ന ദിവസങ്ങൾ അനേകർക്ക് ഒരു ആശ്വാസമാകുമെന്ന് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനത്താൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശിച്ചോട് ആമേൻ. ഇതിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുന്നു. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് നാളെ രാവിലെ കടന്നു പോകേണ്ടതായോണ്ടാണ്. എങ്കിലും കർത്താവ് നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആർക്കെങ്കിലും ദൈവവചനത്തിൽ കൂടെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷി പറയാനുള്ള അവസരമാണ്. अगर किसी को भी इस वचन के द्वारा कुछ भी बात परमेश्वर ने बात किया है तो आप अगर कोई निर्णय लिया तो आपको गवाही देने के लिए अवसर है. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയങ്ങൾ സാക്ഷിക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കും. മ്യൂട്ടാ ഓക്കെ കേൾക്കാമോ? ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ദീപു ബ്രദർ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. വർദ്ധവനായ സ്വർഗസ്വനായ നല്ല പിതാവേ, കർത്താവേ ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ, 40 ദിവസത്തെ കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ കർത്താവേ ഹല്ലേലൂയ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കണ്ട കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ എഴുന്നേൽപ്പോൾ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവിന്റെ ദാസിയിൽ കൂടെ കർത്താവ് അറിയിച്ച കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതനെ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുതത്തിന്റെ കരം കർത്താവെ ഹല്ലേലൂയ
കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഞങ്ങളിൽ വസിക്കുന്നതിനായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവ് ദാസിയെ കർത്താവ് എത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി കൃപയെ ഹല്ലേലൂയ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ കർത്താവെ ഹല്ലേലൂയ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. കടന്നു വന്നിരിക്കുന്ന കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നപ്പ. ഹല്ലേലൂയ ഈ സൂം മീറ്റിംഗ് കർത്താവെ ഹല്ലേലൂയ കാരണം കർത്താവ് അനേകർ കർത്താവെ ദൈവത്തിന്റെ കർത്താവെ ഹല്ലേലൂയ വലിയ പദ്ധതി പ്രകാരം ജീവിക്കാനുള്ള കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. പുതിയതായിട്ട് കടന്നു വന്ന കർത്താവ് വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് അറിയിച്ച ദൂതിൻ പ്രകാരം കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ദൈവ വേലയ്ക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ ഇറങ്ങി തിരിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തപ്പ. കർത്താവെ ഹല്ലേലൂയ ദൈവങ്ങൾക്ക് കർത്താവെ ഉപവസിക്കുന്നവരുണ്ട് കർത്താവെ ഹല്ലേലൂയ അവരെ കർത്താവെ ഹല്ലേലൂയ ശരീരാത്മ ദേഹികളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ ദാസി കർത്താവെ നാളെ കർത്താവെ ഹല്ലേലൂയ കൂട്ടായ്മ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ ഓരോ വഴിയാത്രകളെയും കർത്താവെ ഹല്ലേലൂയ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും കർത്താവെ ഹല്ലേലൂയ എല്ലാം കർത്താവെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവ. പ്രത്യേകിച്ച് കർത്താവെ യുദ്ധം നടക്കുന്ന കർത്താവെ രാജ്യത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഒരു വ്യക്തി ജീവിതം പോലും കർത്താവ് നഷ്ടമാകുവാൻ കർത്താവ് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ സഹോദരന്മാരാണ് കർത്താവെ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലും മണ്ഡലങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിപാലനം കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഈ ഭൂമി കടന്നു വരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലെയും കർത്താവെ ഹല്ലേലൂയ ഒരു അംഗത്തിനും കർത്താവെ ഹല്ലേലൂയ നഷ്ടം സംഭവിക്കാൻ ദൈവം ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ രോഗസൗഖ്യങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ മഹാസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇത്രത്തോളം കർത്താവെ നടത്തുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവെ ഹല്ലേലൂയ വഴി കർത്താവെ ഹല്ലേലൂയ ദൈവകൃപയെ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവത്തിന്റെ മഹാസാന്നിധ്യത്തിനായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ഇത്രത്തോളം കർത്താവെ ഹല്ലേലൂയ വഴി നടത്തിയ ദൈവത്തിന്റെ മഹാദയക്കായി കർത്താവെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ദൈവകൃപയിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഉറക്കത്തെ തന്ന കർത്താവെ രാവിലെ എഴുന്നേറ്റ് കർത്താവെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ജോലിക്കായി കടന്നു പോകുന്ന എല്ലാം ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്ന പ്രാർത്ഥന കണ്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ ആമേൻ. സ്വർഗ്ഗം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. നാളെ രാത്രി വീണ്ടും കാണാം. വൈകിട്ട് 5 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മാറാനാഥ. എനിക്കറിയാം പുതിയതായിട്ട് കടന്നു വന്നവരോടൊക്കെ നാളെ ഞാൻ പരിചയപ്പെട്ടോളാം. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ എല്ലാവർക്കും ന്യൂ ഹോപ്പ് ഇന്റർനാഷണൽ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും കടന്നു വന്നതിനായി സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.